അപ്പോൾ എത്ര ഏരിയയിൽ ക്യാച്ച് ചെയ്യുന്ന വെള്ളമാണ് ഒരു നദിയെ ഫീഡ് ചെയ്യുന്നത്, അതിനനുസരിച്ചിരിക്കും ക്യാച്ച്മെൻറ്റ് ഏരിയ എന്ന് പറയുന്നത്. അതായത് ഒരു കൃത്യമായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ഒരു ചാനലിലൂടെ, ഒരു ഡിപ്രഷനിലൂടെ, ഒരു താഴ്ചയിലൂടെ വെള്ളം ഒഴുകുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ശരിക്കും പറഞ്ഞാൽ ഡ്രെയിനേജ്. ഹലോ, ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവർക്കും സഹകാരി PSCയുടെ വീണ്ടും മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇതുവരെ കുറേ ദിവസമായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ കുറേ ക്ലാസ്സുകളായി നമ്മൾ കണ്ടുകൊണ്ടിരുന്നതെല്ലാം ഇന്ത്യയുടെ ഫിസിയോഗ്രഫിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഡിസ്കഷൻസ് ആയിരുന്നു. ഇപ്പോൾ ഇന്ത്യൻ ഫിസിയോഗ്രഫി പഠിച്ചു മടുത്തു സാർ, വേറെ ഏതെങ്കിലും ടോപ്പിക്ക് തരൂ എന്ന് കുട്ടികൾ ചോദിക്കാൻ തുടങ്ങുന്നത് പോലെ എനിക്ക് തോന്നിയത് കൊണ്ടാണോ എന്നറിയില്ല, അതോ ഫിസിയോഗ്രഫി തീർന്നത് കൊണ്ടാണോ എന്നറിയില്ല, നമ്മൾ പുതിയൊരു ടോപ്പിക്കിലേക്ക് പോവാണ്. ഏതാ മക്കളെ, നമ്മൾ ഫിസിയോഗ്രഫി എല്ലാം പഠിച്ച് തീർന്നടേ, ഇനിയിപ്പോൾ അതിനകത്തൊന്നും ഇല്ല പഠിക്കാൻ, അല്ലേ? ഫിസിയോഗ്രഫിക്കകത്ത് ഭൂപ്രകൃതിക്കകത്ത് കാണേണ്ടതൊക്കെ നമ്മൾ കണ്ടു, പഠിക്കേണ്ടതൊക്കെ നമ്മൾ പഠിച്ചു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൂടെ ആകുമ്പോഴേക്കും കാര്യത്തിലൊരു തീരുമാനമാവും. ഏത് ഫിസിയോഗ്രഫി നിങ്ങളുടെ ഉള്ളിലെത്തി. പിന്നെ അത് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക എന്നത് നിങ്ങളുടെ കർത്തവ്യം. അത് ചെയ്തേക്കണം, അത് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾ തന്നെ ഉറപ്പാക്കിയേക്കണം. ഓരോരുത്തരുടെയും റിവിഷന് വേണ്ടിയിട്ടുള്ള ടൈം ടേബിൾ സെറ്റ് ചെയ്യാനൊക്കെ പൊതുവേ നിങ്ങൾ അധ്യാപകരോട് ചോദിക്കുന്നത്, എന്നോടും പല കുട്ടികളും ചോദിച്ചിട്ടുണ്ട്, സാർ ഒരു റിവിഷൻ ടൈം ടേബിൾ എങ്ങനെയാണ് ഒന്ന് തയ്യാറാക്കുക, അല്ലെങ്കിൽ അതൊന്ന് തയ്യാറാക്കി തരാമോ, സാറിൻ്റെ ടൈം ടേബിളോ, സാർ മറ്റ് ഒരു ജനറലായിട്ടൊരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തരാമോ എന്നൊക്കെ ചോദിക്കും. ഈ റിവിഷൻ ടൈം ടേബിളിനെ പറ്റിയിട്ട് പറയുമ്പോൾ അതിന് നമ്മൾ ഒരു അധ്യാപകരും ആളല്ല ശരിക്കും പറഞ്ഞാൽ. കാരണം നിങ്ങളുടെ ഓരോരുത്തരുടെയും എന്താ പറയുക, പ്രത്യേകതകൾക്കനുസൃതമായിട്ടാണ് നിങ്ങളുടെ റിവിഷൻ ടൈം ടേബിൾ ചെയ്യുക. ഓർമ്മശക്തി കൂടുതലുള്ള ഒരു പയ്യനും ഓർമ്മശക്തി കുറവുള്ളൊരു പയ്യനും തമ്മിൽ റിവിഷൻ ടൈം ടേബിൾ ഒരേപോലെ നിർമ്മിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം എല്ലാ കുട്ടികളെയും ഒരുപോലെ വിലയിരുത്തുന്ന പോലെ ഇരിക്കും. എല്ലാവരോടും ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോയും തേർഡ് ലോയും പഠിച്ചിട്ട് പോയി പരീക്ഷ എഴുതാൻ പറയുമ്പോൾ ന്യൂട്ടൻ്റെ ലോ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ ക്രിയേറ്റീവായിട്ട് കഴിവുള്ളൊരു പയ്യനും അതേ പരീക്ഷ എഴുതിയിട്ട് അവന് കഴിവില്ല എന്ന് നമ്മൾ വിലയിരുത്തുകയാണ് ചെയ്യുക എന്ന് പറയുന്നതിന് സമാനമായ രീതിയിലാണ് റിവിഷൻ ടൈം ടേബിൾ എല്ലാവർക്കും ഒരുപോലെ തന്നാൽ അത് നിങ്ങൾക്കാണ് ഏറ്റവും നന്നായിട്ട് നിങ്ങളെ അറിയാവുന്നത്. അപ്പോൾ നിങ്ങളുടെ റിവിഷൻ ടൈം ടേബിൾ നിങ്ങൾ തന്നെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. എത്ര ദിവസം വരെ എനിക്ക് ഈ പഠിച്ച കാര്യം ഓർമ്മ നിൽക്കുന്നുണ്ട്, എത്ര ദിവസത്തിനിടയിൽ ഞാൻ അതിനെ ഒന്ന് ഓർമ്മ പുതുക്കുമ്പോഴാണ് കൂടുതൽ അത് എൻ്റെ മനസ്സിൽ തന്നെ ഉറച്ചു നിൽക്കാനുള്ള സാധ്യതയുള്ളത്, എത്ര സമയം പഠിക്കണം എന്നുള്ളതൊക്കെ അതിനനുസരിച്ചിട്ടാണ് വരിക. അതിൻ്റെ രീതികൾ എങ്ങനെയാണെന്നൊക്കെ, അതുപോലെ ഉറക്കം വരുന്നതും നിങ്ങൾക്ക് ബോറായിട്ടുള്ള സബ്ജക്റ്റുകളും, ഓരോരുത്തർക്കും ഓരോ സബ്ജക്റ്റുകളായിരിക്കും ഇൻട്രസ്റ്റിംഗ് അല്ലാത്ത ടോപ്പിക്കുകളായിട്ട്. ചിലർക്ക് ഈ ജോഗ്രഫി ഭയങ്കര ഇഷ്ടമുള്ളവരുണ്ടാവും. ഭൂരിഭാഗം പേർക്കും ജോഗ്രഫി ഇഷ്ടമില്ലാത്തവരാണ് കൂടുതലും. അപ്പോൾ കുറേ പേർക്ക് ജോഗ്രഫി ഇഷ്ടമില്ല, കുറച്ച് പേർക്ക് ജോഗ്രഫി ഇഷ്ടമുണ്ട്. അപ്പോൾ ആ രണ്ട് കൂട്ടരും ജോഗ്രഫി പഠിക്കാൻ എടുക്കുന്ന സമയങ്ങൾ വെവ്വേറെ ആയിരിക്കണം. ഉച്ച കഴിഞ്ഞിട്ട് ഓൾറെഡി ഡള്ളായിട്ടുള്ള ഈ ഒരു സബ്ജക്റ്റ് പഠിക്കാൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾ കൂടുതൽ ഡള്ളായി പോകും. അപ്പോൾ ആ സമയം അതിനുവേണ്ടി സ്വീകരിക്കരുത്, അല്ലെങ്കിൽ ചൂസ് ചെയ്യരുത്. വേറെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു സമയം ചൂസ് ചെയ്യും. ഇങ്ങനെയൊക്കെ അത് ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കും. എന്ത് പഠിക്കണമെന്നുള്ളതും എത്ര സമയം പഠിക്കണമെന്നുള്ളതും എല്ലാം പഠിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് റിവൈസ് ചെയ്തിട്ടുണ്ടാകണം എന്നത് മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ നിങ്ങൾ ഓരോരുത്തരുടെ റിവിഷൻ ടൈമിൽ നിങ്ങൾ ചെയ്ത് നോക്കുക. അതൊരു ട്രയൽ ആൻഡ് എററാണ്. നിങ്ങൾ ചെയ്യുന്നു, അത് വർക്കൗട്ട് ചെയ്ത് നോക്കുന്നു. ചിലപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അധ്യാപകരോട് വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ്. സാർ ഇങ്ങനെ ചെയ്താൽ ഓക്കെ ആണോ, എനിക്ക് ഇന്ന് ഇത്രയും ദിവസം കൊണ്ട് ഇത് കംപ്ലീറ്റ് ആകാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് തന്നെ സ്വയം തന്നെ വിലയിരുത്താൻ സാധിക്കുന്നതാണ്. ഇനി അതിന് ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്കാണെങ്കിൽ കുറച്ചുകൂടി ഒരു വാലിഡേഷൻ, ഒരു ഉറപ്പ് വേണമെന്നുള്ള കുട്ടികൾക്ക് അത് അധ്യാപകരോട് ചോദിക്കാവുന്നതേ ഉള്ളൂ. അല്ലാണ്ട് പ്ലാൻ അവരോട് ക്രിയേറ്റ് ചെയ്ത് തരാൻ പറയരുത്. പ്ലാൻ നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്യണം കേട്ടോ. പല ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയും ഞാനിത് കണ്ടിട്ടുമുണ്ട്, പലരും ഓൺലൈനായിട്ടൊക്കെ ഉള്ള പല സ്ഥാപനങ്ങളുടെയും ഒക്കെ ഇങ്ങനെ ഇത് തന്നെയുണ്ട്. ഇപ്പം സ്റ്റഡി പ്ലാനൊക്കെ തന്നെ തരിക എന്നൊക്കെ പറയുന്നതൊക്കെ, പക്ഷേ ആ സ്റ്റഡി പ്ലാൻ എല്ലാവർക്കും വർക്കൗട്ട് ആവുന്നില്ല. അവരതിനെ മോഡിഫൈ ചെയ്യണം. അവർ തരുന്ന പ്ലാൻ ഒരു ജനറലിസ്റ്റിക് പ്ലാൻ ആയിരിക്കും. അതിന് ഇൻഡിവിജ്വാലിറ്റി മാറുന്നതിനനുസരിച്ച് ഇൻഡിവിജ്വലി അതിനെ നിങ്ങൾ മാറ്റേണ്ടതുണ്ട്. നിങ്ങളുടേതായ ആവശ്യങ്ങൾക്കനുസരിച്ച് അതിനെ മോഡിഫൈ ചെയ്ത് ഉപയോഗിക്കണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള സ്റ്റഡി പ്ലാൻസ് മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അങ്ങനെ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ മറക്കണ്ട, ഒരു കാരണവശാലും റിവൈസ് ചെയ്യാൻ മറക്കരുത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൂടെ പഠിച്ച നമ്മുടെ ഇന്ത്യൻ ഫിസിയോഗ്രഫി എന്ന കംപ്ലീറ്റ് ഏരിയാസിനെ പറ്റി ഒരുപാട് പഠിച്ചു നമ്മൾ കാര്യങ്ങൾ. അപ്പോൾ അതെല്ലാം റിവൈസ് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക. അത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. ഓക്കെ, ശരി. അപ്പോൾ ഇന്ത്യയുടെ ഫിസിയോഗ്രഫി പഠിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അടുത്ത് ഇന്ത്യയിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും. ഇന്ത്യൻ ജോഗ്രഫിയിൽ നിന്ന് ഒരുപാട് ചോദ്യം ചോദിക്കുന്ന രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ ഡ്രെയിനേജ് ആണ്. അതായത് നദീയ സംവിധാനങ്ങൾ. അപ്പോൾ ഇന്ത്യയുടെ ഡ്രെയിനേജ് സിസ്റ്റം നമുക്ക് എന്തായാലും ഫിസിയോഗ്രഫി പഠിച്ച പോലെ തന്നെ വളരെ വിശദമായിട്ട് പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഒറ്റ പാർട്ട് എന്തായാലും തീരാൻ പോകുന്നില്ല. നമുക്ക് അതിനും ചില ഭാഗങ്ങളിലൂടെ തന്നെ നമ്മൾ ഇന്ത്യൻ ഡ്രെയിനേജും പഠിച്ചു പോകുന്നു.
ഇന്ത്യൻ ഡ്രെയിനേജ് പഠിച്ചു തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ആസ് യൂഷ്വൽ നമുക്ക് ഈ ഡ്രെയിനേജുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ ഒന്ന് നോക്കേണ്ടതുണ്ട്. വിച്ച് ആർ ദി ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ കിഴക്കോട്ടൊഴുകുന്ന നദികൾ ഏത് എന്നൊരു ചോദ്യം വന്നിരിക്കുന്നു. മഹാനദി, നർമ്മദ, ഗംഗ, താപ്തി. അതിന് ഓപ്ഷൻസ് തന്നിരിക്കുന്ന അതിലേതാണ് ശരി ഉത്തരമെന്ന് കണ്ടെത്താനൊരു ചോദ്യം. മറ്റൊരു ചോദ്യം, ദ ടൈപ്പ് ഓഫ് ഡ്രെയിനേജ് പാറ്റേൺ യൂഷ്വലി ഫൗണ്ട് ഓൺ മെച്യൂർലി dissected dome structures encircled with alternate weak and hard rock. അത് ഇതിലേത് പാറ്റേൺ ആണ്? സെൻട്രിപീറ്റൽ ആണോ? അതായത് ഒരു നദി ഒഴുകുന്നതിന് ചില പാറ്റേണുകളൊക്കെ നമ്മൾ പറയും. അപ്പോൾ ഈ ചോദ്യം തന്നിരിക്കുന്നതാണ്. ഈ ചോദ്യത്തിൽ പരാമർശിച്ചിരിക്കുന്ന പോലൊരു പ്രദേശത്തു കൂടിയുള്ള നദിയിലെ ഒഴുക്ക് അത് ഏത് പാറ്റേൺ ഫോളോ ചെയ്തിട്ടായിരിക്കും ഒഴുകുക? പാരലൽ ആയിരിക്കുമോ, സെൻട്രിപീറ്റൽ ആയിരിക്കുമോ, റേഡിയൽ ആയിരിക്കുമോ, ആനുലാർ പാറ്റേൺ ആയിരിക്കുമോ എന്ന രീതിയിലുള്ളൊരു ചോദ്യം. അപ്പോൾ ആദ്യമേ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ ഡ്രെയിനേജും എന്താണ് എന്നും. ഇത് ഇവിടെ തന്നെ തന്നിട്ടുണ്ടല്ലേ, ഡ്രെയിനേജ് പാറ്റേൺസ്. ഓക്കെ, റൈറ്റ്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കി പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കി പോകാം. ഈ ചോദ്യങ്ങൾ ജസ്റ്റ് 2 ചോദ്യങ്ങൾ ഞാൻ പരിചയപ്പെടുത്തിയെന്നുള്ളൂ. 2 അല്ല, ഇഷ്ടംപോലെ ചോദ്യങ്ങൾ നമുക്ക് ഡ്രെയിനേജുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഈ PYQ ഡിസ്കഷൻസിൻ്റെ കൂട്ടത്തിൽ കൊണ്ടുവരാം. ബട്ട് ബേസിക്കലി നമുക്ക് എന്താണ് ഡ്രെയിനേജ് എന്നതൊന്ന് പറഞ്ഞു തുടങ്ങാം. എസെൻഷ്യലി എന്താണ് ഈ ഡ്രെയിനേജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വളരെ സിമ്പിളാണ്. ദി ഫ്ലോ ഓഫ് വാട്ടർ ത്രൂ വെൽ ഡിഫൈൻഡ് ചാനൽ ഈസ് നോൺ ആസ് ഡ്രെയിനേജ്. അതായത് ഒരു കൃത്യമായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ഒരു ചാനലിലൂടെ, ഒരു ഡിപ്രഷനിലൂടെ, ഒരു താഴ്ചയിലൂടെ വെള്ളം ഒഴുകുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ശരിക്കും പറഞ്ഞാൽ ഡ്രെയിനേജ്. പക്ഷേ ഈ ഡ്രെയിനേജിൽ തന്നെ ഏറ്റക്കുറച്ചിലുകളുണ്ട്. ഓക്കെ, ഒന്നിൽ കൂടുതൽ ഇത്തരത്തിലുള്ള ഒഴുകുന്ന ചാനലുകളുടെ സംഗമങ്ങൾ വരാം. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ പറയാറില്ലേ, ഗംഗാ നദിക്ക് ഒരുപാട് കൈവഴികളുണ്ട്, ഒരുപാട് പോഷക നദികളുണ്ട് എന്നൊക്കെ നമ്മൾ പറയും. അതായത് ഒരു സ്ട്രീമിലേക്ക് വന്നു ചേരുന്ന ഒരുപാട് മറ്റ് സ്ട്രീമുകളുണ്ടാവാം, അരുവികളുണ്ടാവാം, അല്ലെങ്കിൽ ഡ്രെയിനേജുകളുണ്ടാവാം. അതുപോലെ ഒരു ഡ്രെയിനേജിൽ നിന്ന് മറ്റ്, അല്ലെങ്കിൽ ഒരു സ്ട്രീമിൽ, ഒരു അരുവിയിൽ നിന്ന് മറ്റ് പല രീതിയിലേക്ക് പല ശിഖരങ്ങളായി നദി ഒഴുകി പോകാനുള്ള സാധ്യതകളും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി അടങ്ങുന്നതിന് നമ്മൾ എന്തെന്ന് വിളിക്കും? ഒരു ഡ്രെയിനേജ് സിസ്റ്റം എന്ന് വിളിക്കും. സംവിധാനം, ഒരു നദി സംവിധാനം അല്ലെങ്കിൽ വ്യവസ്ഥ എന്ന് വിളിക്കാം. ഒരെണ്ണം മാത്രമാണെങ്കിൽ അതിനെ ഒരു ഡ്രെയിനേജ് എന്നും, ഒന്നിൽ കൂടുതൽ ഇത്തരത്തിലുള്ള ഡ്രെയിനേജുകളുടെ സംഗമവും അതിൻ്റെ കണക്ഷനും ഒക്കെ ആയിട്ട് നമ്മൾ പറയുവാണ് എന്നുണ്ടെങ്കിൽ, അതിനെ ഒരുമിപ്പിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്നത് ഡ്രെയിനേജ് സിസ്റ്റം എന്നുമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. പിടികിട്ടുന്നുണ്ടോ? ഈ ഡ്രെയിനേജ്, നദി ഒഴുകുന്നത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇതിനകത്ത് ഒന്നിൽ കൂടുതൽ നദികളുടെ പരാമർശം വരാം, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ നദികളുടെ പ്രസൻസ് ഉണ്ടാവാം എന്ന് നമ്മൾ ഓൾറെഡി സൂചിപ്പിച്ചു. അങ്ങനെ ഒന്നിൽ കൂടുതൽ നദികളുടെ പ്രസൻസ് ഒക്കെ വരുമ്പോൾ ഈ ഡ്രെയിനേജിന് ചില പാറ്റേണുകൾ ഫോം ചെയ്യാം. നമുക്ക് എല്ലാ നദിയും ഒരുപോലെ അല്ല ഒഴുകുന്നത്, പല നദിക്കും പല രീതിയിലാണ് ഒഴുകുന്നത്. അതിൽ എന്നിരുന്നാലും എനിക്ക് ചില രീതികളെ, ചില നദികളുടെ ഒഴുക്കുകളെയൊക്കെ ഒന്നൊന്ന് കോമൺ വൽക്കരിക്കുവാൻ സാധിക്കും. ഇതുപോലെയാണ് ഈ നദി ഒഴുകുന്നത്, ഇന്ന നദികളൊക്കെ ഇങ്ങനെ ഒഴുകുന്നു, ഇന്ന നദികളൊക്കെ ഇങ്ങനെ ഒഴുകുന്നു എന്ന രീതിയിൽ എനിക്ക് ഒരു ക്ലാസിഫിക്കേഷൻ ഒഴുക്കിൻ്റെ രീതിക്ക് കൊടുക്കാൻ പറ്റും. അതിനെയാണ് നമ്മൾ ഡ്രെയിനേജ് പാറ്റേൺ എന്ന് വിളിക്കുക. അതിനെ നമ്മൾ എന്ത് വിളിക്കുക? ഡ്രെയിനേജ് പാറ്റേൺ. ഇതെങ്ങനെ ഒഴുകുന്നു എന്നതിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡ്രെയിനേജ് പാറ്റേൺ എന്ന് പറയുക. സോ വാട്ട് ഈസ് ഡ്രെയിനേജ് പാറ്റേൺ? ഇറ്റ് റെഫേഴ്സ് ടു ദ സിസ്റ്റം ഓഫ് ഫ്ലോ ഓഫ് സർഫസ് വാട്ടർ മെയിൻലി ത്രൂ ദ ഫോം ഓഫ് റിവേഴ്സ് ആൻഡ് ബേസിൻസ്. നദികളായും നദീതടങ്ങളായും ഒഴുകുന്ന വെള്ളത്തിൻ്റെ ഒഴുക്കിനെ, സർഫസിലൂടെയുള്ള വെള്ളത്തിൻ്റെ ഒഴുക്കിൻ്റെ സ്ട്രക്ചറിനെയാണ് നമ്മൾ ശരിക്കും ഡ്രെയിനേജ് പാറ്റേൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. The drainage system depends upon factors such as the slope of the land, geographical structure, amount അല്ലെങ്കിൽ വോളിയം ഓഫ് വാട്ടർ, വെലോസിറ്റി ഓഫ് ദി വാട്ടർ എല്ലാം. അപ്പോൾ ഡ്രെയിനേജ് പാറ്റേൺ എങ്ങനെയാകും, ഡ്രെയിനേജ് സിസ്റ്റത്തിലെ കൈവഴികളുടെ എണ്ണം, പോഷക നദികളുടെ എണ്ണം, ഇതൊക്കെ എങ്ങനെയാകും എന്നുള്ളതെല്ലാം പല മാനദണ്ഡങ്ങളാൽ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നതാണ്. ഉദാഹരണത്തിന് എൻ്റെ നദി ഒഴുകുന്ന പ്രദേശത്തിലെ ചെരിവ് എത്രത്തോളം ഉണ്ട്? ഉയർന്ന ചെരിവുള്ള പ്രദേശമാണോ, താഴ്ന്ന ചെരിവാണോ, വളരെ കുറഞ്ഞ ചെരിവാണോ, അതോ വളരെ ഭീമമായ ചെരിവുള്ള പ്രദേശമാണോ എന്നുള്ളത് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഘടകമാണ്. ജിയോളജിക്കൽ സ്ട്രക്ചർ ഇത് തന്നെയാണ്. പിന്നെ വേറെ ഉണ്ട് കാര്യം, ജിയോളജിക്കൽ സ്ട്രക്ചർ എന്ന് പറയുന്നതിനകത്ത് ഇതിൽ എന്ത് തരത്തിലുള്ള മെറ്റീരിയലാണ് എൻ്റെ ഈ നദി ഒഴുകുന്ന പ്രദേശത്തുള്ളത്. ഇപ്പോൾ നദി അപരദിച്ച് കൊണ്ടുപോകാൻ, നദിക്ക് ഇറോഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിലുള്ള മെറ്റീരിയലുകളാണോ, അതോ നദി ഒഴുകുന്നത് കൊണ്ട് ഒരു തരത്തിലും ഇറോഷൻ സംഭവിക്കാത്ത വളരെ ദൃഢമായിട്ടുള്ള പാറകഷ്ണങ്ങളാൽ നിർമ്മിതമായ പ്രദേശമാണോ, തുടങ്ങിയവ ഈ നദിയുടെ ഒഴുക്കിനെ ബാധിക്കും. നദി ഒഴുകുന്നതിൻ്റെ രീതിയെ, സ്വഭാവത്തെ ബാധിക്കും. മാത്രമല്ല എത്രത്തോളം ജലം ഇതിലൂടെ, ഈ നദിയിലൂടെ ഒഴുകി പോകുന്നുണ്ട് എന്നുള്ളത്. ജലത്തിൻ്റെ എമൗണ്ട് കൂടുന്നതിനനുസരിച്ച് ഇറോഷൻ അതിനുള്ള സാധ്യത കൂടും. ശരിയല്ലേ? ജലത്തിൻ്റെ എമൗണ്ട് കുറയുമ്പോൾ ഇറോഷനുള്ള സാധ്യത കുറവാണ്. ഇറോഷൻ സാധ്യത കുറയുന്ന പ്രദേശങ്ങളിലൂടെ താരതമ്യേന പരന്ന നദിക്ക് ഒഴുകേണ്ടി വരും. ഇറോഷൻ കൂടുതലുള്ളിടത്ത് കൃത്യമായ ചാനലുകളിലൂടെ നദി ഒഴുകുന്നതും കാണാൻ പറ്റും. അതുപോലെ ഈ നദി ഒഴുകുന്നതിൻ്റെ വേഗതയും ചരിവും അപ്രോക്സിമേറ്റ്ലി ഡയറക്റ്റ്ലി കണക്റ്റഡാണ്. ചരിവ് കൂടുമ്പോൾ നദി ഒഴുകുന്ന വേഗത കൂടും. അത് കണക്റ്റഡാണ്. എന്നിരുന്നാലും വേഗതയും ഇതിൻ്റെ ഒരു മാനദണ്ഡമായിട്ട് നമുക്ക് പറയുവാൻ
സാധിക്കുന്ന ഘടകമാണ് എന്നുള്ളത് തിരിച്ചറിയാം. ഈ പാറ്റേണുകൾ, ഡ്രെയിനേജ് പാറ്റേണുകൾ ഒട്ടനവധി, നമുക്കൊരു 3-4 ടൈപ്പിലുള്ള ഡ്രെയിനേജ് പാറ്റേണുകൾ പറയുവാൻ സാധിക്കും. അതിൽ ഒന്നാണ് ഡെൻഡ്രിറ്റിക് പാറ്റേൺ. നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ വളരെ കോമൺ ആയിട്ട് നമ്മളൊരു നദിയുടെ ഒഴുക്കിനെ സൂചിപ്പിക്കുന്നത് ഈ ഒരു രീതിയിലൊക്കെ ആയിരിക്കാം. സാധാരണഗതിയിൽ ഒരു വൃക്ഷത്തിൻ്റെ വേര് പോകുന്നത് പോലെ, അല്ലെങ്കിൽ അതിൻ്റെ ശിഖരം പോകുന്നത് പോലെ എന്ന രീതിയിൽ കൃത്യമായൊരു ദിശയില്ലാതെ ഭൂപ്രകൃതിയിലെ ഡിപ്രഷൻസിലൂടെയെല്ലാം ഒഴുകി നദിയിലേക്ക് പല കൈവഴികൾ വന്നു ചേരുകയും അത് ഒഴുകി മേജറായിട്ട് പോവുകയും ചെയ്യുന്നൊരു പാറ്റേണിനെയാണ് നമ്മൾ ഡെൻഡ്രിറ്റിക് പാറ്റേൺ എന്ന് വിളിക്കുക. ഓക്കെ, ഇനി നോക്കാം. ഇറ്റ് ഈസ് ദി മോസ്റ്റ് കോമൺ ഫോം ആൻഡ് റിസംബിൾസ് ദ ബ്രാഞ്ചിങ് പാറ്റേൺ ഓഫ് ട്രീ റൂട്ട്സ്. ശരിയല്ലേ? വൃക്ഷങ്ങളുടെ ശിഖരങ്ങളുടെ അല്ലെങ്കിൽ വൃക്ഷങ്ങളുടെ വേരുകളുടെയും തോന്നിക്കുന്ന രീതിയിൽ വളരെ കോമൺ ആയിട്ട് നമുക്ക് നദിയുടെ ഒഴുക്കിൽ കാണാൻ സാധിക്കുന്ന ഒരു രീതിയാണ്, അല്ലെങ്കിൽ ഒരു പാറ്റേൺ ആണ് ഈ ഡെൻഡ്രിറ്റിക് പാറ്റേൺ. 2, the dendritic pattern develops where the river channel follows the slope of the terrain. നമ്മുടെ ടെറൈനിൻ്റെ, ഭൂപ്രകൃതിയുടെ, ഭൗമോപരിതലത്തിൻ്റെ ചെരിവിനോട് സമാനമായ രീതിയിൽ, അല്ലെങ്കിൽ ആ ചെരിവിനോട് അനുസൃതമായ രീതിയിൽ നദി ഇവിടെ ഒഴുകുന്നതിന് മുതിരുമ്പോഴാണ് ശരിക്കും ഡെൻഡ്രിറ്റിക് പാറ്റേൺ ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത്. സ്വാഭാവികമാണ്. ഇവിടെ സ്വാഭാവിക ചരിവിനെ അർത്ഥമാക്കിക്കൊണ്ട് തന്നെ നദി ഒഴുകുമ്പോഴാണ് ഇത്തരത്തിലുള്ള പാറ്റേണുകൾ ഉണ്ടാകുന്നത്. കൃത്യമായിട്ട് ക്രമമില്ലാതെ ക്രമരഹിതമായൊരു പാറ്റേൺ നമുക്കുണ്ടാകുന്നത്. കാരണം ആ ചരിവുകളുടെ ബേസിൽ അവർ ഒഴുകുന്നു എന്നുള്ളതാണ്. The pattern develops in areas where the rock beneath the stream has no particular structure and can be eroded easily in all directions. അപ്പോൾ ഈ ഡെൻഡ്രിറ്റിക് പാറ്റേൺ പൊതുവേ കാണാൻ സാധിക്കുന്ന പ്രതലമേതെന്ന് ചോദിച്ചാൽ ആ പ്രതലത്തിൽ കാണുന്ന പാറ എളുപ്പം ഇറോഡ് ചെയ്യാൻ സാധിക്കുന്നവനാണ്. അതുകൊണ്ടാണ് ഈ എല്ലാ ഭാഗങ്ങളിലും നമുക്ക് വെള്ളത്തിൻ്റെ നീരൊഴുക്ക് കാണാൻ പറ്റുന്നത്. കാരണം ആ വെള്ളം വീണൊഴുകിയിരിക്കുന്ന പ്രദേശങ്ങൾ മുഴുവൻ ഡിപ്രഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, എല്ലാം താഴ്ന്നു പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവിടെ ആ ഒരു നീർച്ചാല് രൂപപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ ദിശയിലും പെട്ടെന്ന് ഇറോഷൻ പോസിബിൾ ആകുന്ന സ്ഥലങ്ങളിലായിരിക്കും എനിക്ക് ഡെൻഡ്രിറ്റിക് പാറ്റേണിനുള്ള സാധ്യത കൂടുതൽ എന്നാണ് പറയുന്നത്. വ്യക്തമാണേ? അടുത്തത്, ട്രിബ്യൂട്ടറീസ് ജോയിൻ ദ ലാർജസ്റ്റ് സ്ട്രീം അറ്റ് ആൻ അക്യൂട്ട് ആംഗിൾസ്. അതായത് നിങ്ങൾക്ക് ഇവിടെ കാണുന്നത് പോലെ പോഷക നദികളെല്ലാം ഒന്ന് പ്രധാന നദിയിലേക്ക് ജോയിൻ ചെയ്യുന്നത് ഒരു ചെറിയ ആംഗുലാർ ഫോർമേഷനിലാണ്. അതായത് 90 ഡിഗ്രിയിലല്ല, ഒരു ആംഗുലാർ ഡിഗ്രി, ഒരു അക്യൂട്ട് ആംഗിൾ എന്ന് പറയുമ്പോൾ 90-ൽ താഴെ വരുന്ന ഒരു ആംഗിളിലായിരിക്കും ജോയിൻ ചെയ്യാമെന്നാണ്. അതായത് ഇതാണ് നമ്മുടെ മെയിൻ നദിയെങ്കിൽ ഇങ്ങനെയായിരിക്കും വന്ന് ജോയിൻ ചെയ്യുക. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ നോക്കിയാൽ അക്യൂട്ട് ആംഗിളാണ്, 90 താഴെയാണ്. ലെറ്റ്സ് ഇതൊരു 35 ഡിഗ്രിയോ വല്ലതും ആയിരിക്കും. ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ജോയിൻ ചെയ്യുവാണ്. ഇവനായാലും ഒരു 80 ഡിഗ്രി വല്ലതും കാണും മാക്സിമം. അതായത് 90 ഡിഗ്രി എന്ന് പറയുമ്പോൾ കറക്റ്റ് ഇങ്ങനെ വരണം അല്ലേ? അപ്പോൾ 90 ഡിഗ്രിയിൽ താഴെ വരുന്നൊരു ദിശയിൽ എന്ന പോലെ ആയിരിക്കും മിക്കവാറും എല്ലാ കൈവഴികളും പോഷക നദികളും ഒക്കെ ഇയാളിൽ വന്ന് ജോയിൻ ചെയ്യുക. ഇവിടെ ഡെൻഡ്രിറ്റിക് പാറ്റേണിലെന്നാണ് പറയുന്നത്. ക്ലിയർ? അടുത്ത പോയിന്റ്, ദ റിവർ ഓഫ് നോർത്തേൺ പ്ലെയിൻസ്. നമ്മുടെ സിന്ധു നദിയൊക്കെ ഈ രീതിയിൽ ഒഴുകി പോകുന്നവരാണ്. ഗംഗാ നദി, ബ്രഹ്മപുത്ര നദി. ഇന്ത്യയിലെയും കേരളത്തിലെയൊക്കെ പ്രധാനപ്പെട്ട നദികൾക്കൊക്കെ ഈ ഒരു ഒഴുക്കാണ് കാണാൻ പറ്റുക. എന്നാൽ ചില പ്രദേശങ്ങൾ നമുക്ക് സ്പെസിഫിക്കായിട്ട്, റീജിയൻ സ്പെസിഫിക്കായിട്ട് ഒരു നദിയിൽ തന്നെ ചിലപ്പോൾ വേറെ രീതിയിലുള്ള, അപ്പം നമ്മൾ പൊതുവെ വിചാരിക്കും ഒരു നദിക്ക് ഒരു പാറ്റേൺ മാത്രമേ ഫോളോ ചെയ്യും. അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഒരു നദിക്ക് ഒരു പ്രദേശത്ത് ഒരു പാറ്റേൺ ആയിരിക്കും, ചിലപ്പോൾ മറ്റൊരു പ്രദേശത്ത് എത്തുമ്പോൾ അതിന് വേറൊരു പാറ്റേൺ സ്വീകരിക്കപ്പെടാം. അങ്ങനെയൊക്കെ സാധിക്കും. എന്നാലും ജനറലൈസ് ചെയ്ത് നമ്മളൊരു പാറ്റേൺ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് റീജിയണലി ഓരോ മേഖല ഡിവൈഡ് ചെയ്ത് നോക്കുന്ന സമയത്ത് ചിലപ്പോൾ വെവ്വേറെ പാറ്റേണുകൾ നമുക്ക് കാണാനൊക്കെ സാധ്യമാണ് എന്നുള്ളതാണ്. ഓക്കെ, രണ്ടാമത്തെ പാറ്റേൺ ആണ് പാരലൽ പാറ്റേൺ. പേരിൽ തന്നെയുണ്ട്, നദി പാരലൽ ആയിട്ടുള്ള വിടവുകളിലൂടെ അല്ലെങ്കിൽ താഴ്ചകളിലൂടെ ഇത്തരത്തിൽ ഒഴുകി പോകുന്ന പാറ്റേണിനെയാണ് നമ്മൾ പാരലൽ പാറ്റേൺ എന്ന് പറയുക. ഒന്നിൽ കൂടുതൽ മൾട്ടിപ്പിൾ താഴ്ചകളിലൂടെ നദി ഒഴുകി പോകുന്ന കണ്ടീഷനെയാണ് നമ്മൾ പാരലൽ പാറ്റേൺ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇറ്റ് ഡെവലപ്സ് ഇൻ റീജിയൻസ് ഓഫ് പാരലൽ ഇലോങ്ങേറ്റഡ് ലാൻഡ് ഫോംസ് വെയർ ദർ ഇസ് എ പ്രൊനൗൺസ്ഡ് സ്ലോപ്പ് ടു ദി സർഫസ്. അല്ലേ? സർഫസിൽ നിന്ന് വളരെ പ്രകടമായൊരു ചെരിവുള്ള സ്ഥലങ്ങളിൽ പാരലലായെന്ന രീതിയിൽ ഒഴുകുന്ന സാഹചര്യം. ട്രിബ്യൂട്ടറി സ്ട്രീംസ് ടെൻഡ് ടു സ്ട്രെച്ച് ഔട്ട് ഇൻ എ പാരലൽ ലൈക്ക് ഫാഷൻ ഫോളോവിങ് ദ സ്ലോപ്പ് ഓഫ് ദി സർഫസ്. പറഞ്ഞു, നമ്മുടെ ഉദാഹരണത്തിന് ഗോദാവരി, കൃഷ്ണ, തുംഗഭദ്ര, കാവേരി എന്നീ നദികളുടെ കാര്യത്തിൽ ഇത്തരത്തിൽ ചെറിയൊരു പാരലൽ പാറ്റേൺ അവർ ചില സമയങ്ങളിൽ ചില പ്രദേശങ്ങളിൽ ഈ പാരലൽ പാറ്റേൺ ഫോളോ ചെയ്യാറുണ്ടെന്ന് പറയാം. മറ്റൊന്ന് ട്രെല്ലിസ് പാറ്റേൺ. ഇതാണ് ട്രെല്ലിസ് പാറ്റേൺ. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഹാർഡും സോഫ്റ്റുമായിട്ടും ഒക്കെ റോക്കുകൾ കാണുന്ന സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ നദി ഒഴുകുന്നതിന് തിരശ്ചീനമായി വന്ന നദിയിലേക്ക് ജോയിൻ ചെയ്യുന്ന സാഹചര്യമാണ് നമുക്ക് കാണാൻ പറ്റുക ട്രെല്ലിസ് പാറ്റേൺ എന്ന് പറയുമ്പോൾ.
Trellis drainage develop in folded topography where hard and soft rock exist parallel to each other. അല്ലേ, അതായത് ഹാർഡ് റോക്കും സോഫ്റ്റ് റോക്കും, അതായത് സോഫ്റ്റ് റോക്ക് മാത്രമാണെങ്കിൽ അത് മാത്രം ഈസി ആയിട്ട് എറോഡ് ചെയ്ത് പോയി നമ്മുടെ ഡെൻഡ്രിറ്റിക് പാറ്റേൺ കാണിക്കുമായിരുന്നു. ഇവിടെ ആ ഒരു ഇറോഷൻ കാണിച്ച് വരുമ്പോഴേക്കും അടുത്തത് ഹാർഡ് റോക്ക് വരും. അവിടെ ഇറോഷൻ ബുദ്ധിമുട്ടായി മാറും. അങ്ങനെ ഹാർഡ് റോക്കും സോഫ്റ്റ് റോക്കും ഓൾട്ടർനേറ്റ് ആയിട്ട് കാണാൻ പറ്റുന്ന രീതിയിൽ ലെസ് റെസിസ്റ്റൻറ്റും മോർ റെസിസ്റ്റൻറ്റും ആയിട്ടുള്ള റോക്കുകൾ ഓൾട്ടർനേറ്റീവായിട്ട് കാണുന്ന രീതിയിലുള്ള സ്ഥലങ്ങളാണ് നമുക്ക് ട്രെല്ലിസ് പാറ്റേൺ കാണാൻ പറ്റുക. ഡൗൺ ടേൺഡ് ഫോൾഡ്സ് കോൾഡ് സിൻക്ലൈൻസ് ഫോം വാലീസ് ഇൻ വിച്ച് റിസൈഡ് ദ മെയിൻ ചാനൽ ഓഫ് ദ സ്ട്രീം. അതായത് ഈ മലമടക്കുകൾക്കിടയിൽ വരുന്ന പ്രദേശം, മലകൾ ജോയിൻ ചെയ്യുന്ന മറ്റും സ്ഥലങ്ങളിൽ വരുന്ന പ്രദേശങ്ങൾ ഇത്തരത്തിൽ സിൻക്ലൈൻസ് എന്ന് പറയുമ്പോൾ ഈ താഴ്ചകൾ ഫോം ചെയ്യുന്നുണ്ടാവും. ആ താഴ്ചകളിലൂടെ ആയിരിക്കും നമ്മുടെ മെയിൻ റിവർ ഒഴുകി വരിക എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ such a pattern is formed when the primary tributary of main river flow parallel to each other and the secondary tributaries join them at right angles. അപ്പോൾ ഇതിൻ്റെ പ്രൈമറി ട്രിബ്യൂട്ടറികൾ മെയിൻ റിവറിനോട് പാരലായിട്ട് വരികയും സെക്കൻഡറി ട്രിബ്യൂട്ടറികൾ അതിന് പെർപെൻഡിക്കുലറായിട്ട് വന്ന് ജോയിൻ ചെയ്യും. പ്രൈമറി ട്രിബ്യൂട്ടറി എന്ന് പറയുമ്പോൾ മെയിൻ റിവറിൻ്റെ ആദ്യമായിട്ട് മെയിൻ റിവറിലേക്ക് വന്ന് കണക്ട് ചെയ്യുന്നവന്മാർ പ്രൈമറി ട്രിബ്യൂട്ടറി, അവന്മാരിലേക്ക് വെള്ളം എത്തിക്കുന്നവന്മാർ സെക്കൻഡറി ട്രിബ്യൂട്ടറീസ് എന്ന രീതിയിലാണ് പറയുന്നത്. നമ്മുടെ ഹിമാലയൻ റീജിയൻസിൻ്റെ അപ്പർ റീജിയൻസിലൊക്കെ ഗംഗാ ബ്രഹ്മപുത്രയുടെ കാര്യത്തിലൊക്കെ നമുക്ക് ഇടയ്ക്ക് ഇത് പറയാൻ സാധിക്കുന്നതാണ്. പക്ഷേ കുറവാണ്, താരതമ്യേന ചില മേഖലയിൽ മാത്രമേ കാണുള്ളൂ. വളരെ ലൊക്കലൈസ്ഡ് ആയിട്ട് മാത്രമേ നമുക്ക് ട്രെല്ലിസ് പാറ്റേൺ കാണാൻ സാധിക്കുള്ളൂ, കുറവാണ് എണ്ണത്തിൽ. അടുത്തത് റെക്ടാങ്കുലർ ഡ്രെയിനേജ് പാറ്റേൺ എന്ന് പറയാം. ദ റെക്ടാങ്കുലർ ഡ്രെയിനേജ് പാറ്റേൺ ഈസ് ഫൗണ്ട് ഇൻ റീജിയൻസ് ദാറ്റ് ഹാവ് അണ്ടർഗോൺ ഫോൾട്ടിങ്ങിന് വിധേയമായ, താഴ്ചകൾക്ക് വിധേയമായ പ്രദേശങ്ങളിലാണ് നമുക്ക് റെക്ടാങ്കുലർ ഡ്രെയിനേജ് പാറ്റേൺ കാണാൻ പറ്റും. ഇറ്റ് ഡെവലപ്സ് ഓൺ എ സ്ട്രോങ്ലി ജോയിൻഡ് റോക്കി ടെറൈൻ. വളരെ സ്ട്രോങ് ആയിട്ട് ജോയിൻ ചെയ്യപ്പെട്ടിരിക്കുന്ന റോക്ക് ടെറൈനിലാണ് നമുക്ക് റെക്ടാങ്കുലർ പാറ്റേൺ കാണുക. വെർ സ്ട്രീംസ് ഫോളോ ദ പാത്ത് ഓഫ് ലീസ്റ്റ് റെസിസ്റ്റൻസ് ആൻഡ് ദസ് ആർ കോൺസെൻട്രേറ്റഡ് ഇൻ പ്ലേസസ് വെർ എക്സ്പോസ്ഡ് റോക്ക് ഈസ് ദ വീക്കസ്റ്റ്. അതായത് റോക്കിൽ ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള പ്രദേശങ്ങളിലൂടെ മാത്രം എന്ന രീതിയിൽ കട്ട് ചെയ്ത് ഇങ്ങനെ ഏറെക്കുറെ ഒരു റെക്ടാങ്കുലർ 90 ഡിഗ്രി എന്ന രീതിയിലൊക്കെ നദികൾ ജോയിൻ ചെയ്ത് ഒഴുകുന്ന പാറ്റേണിനെയാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുക, റെക്ടാങ്കുലർ പാറ്റേൺ എന്ന് പറയുക. ദ ട്രിബ്യൂട്ടറി സ്ട്രീംസ് മേക്ക് ഷാർപ്പ് ബെൻഡ് ആൻഡ് എൻ്റർ ദ മെയിൻ സ്ട്രീം അറ്റ് ഹൈ ആംഗിൾസ് അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾസ് എന്നും പറയാം. അടുത്തത് റേഡിയൽ പാറ്റേൺ ആണ്. റേഡിയൽ പാറ്റേൺ താരതമ്യേന എളുപ്പം. നമ്മളിപ്പോൾ ഒരു കോമൺ ഒറിജിനിൽ നിന്ന് നാനാഭാഗങ്ങളിലേക്ക് ഇങ്ങനെ നദി ഒറിജിനേറ്റ് ചെയ്ത് പോയാൽ അതിനെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന പേരാണ് റേഡിയൽ പാറ്റേൺ എന്ന് പറയാം. റേഡിയേറ്റ് ചെയ്ത് പോകുന്നു. റേഡിയേഷൻസ് എന്ന് പറയുമ്പോൾ ഒരു പോയിന്റ് നമ്മൾ പറയില്ല, എല്ലായിടത്തേക്കും നമ്മൾ സൂര്യപ്രകാശം ഇങ്ങനെയല്ലേ വരയ്ക്കുക, എല്ലായിടത്തേക്കും സൂര്യപ്രകാശം പോകുന്നുണ്ട് എന്ന രീതിയിൽ നമ്മൾ വരയ്ക്കും. ഇതിനാണ് റേഡിയേറ്റ് ചെയ്യുക എന്ന് പറയുക. അത് തന്നെയാണ് റേഡിയൽ പാറ്റേൺ ഉദ്ദേശിക്കുന്നത്. ഒരു മലനിര കാണും, ആ മലനിരയുടെ എപ്പെക്സ് പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടും അപ്പുറത്തെ സൈഡിലോട്ടും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ടാവും, പല ദിശകളിലായിട്ട് നദി ഒഴുകുന്നത് കാണാൻ സാധിക്കും. ഒരിക്കലും പാരലായിരിക്കില്ല, പക്ഷേ ഒഴുകുന്നത് ഡൈവേർജിങ് ആയിരിക്കുമല്ലോ. ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങനെ ദീർഘിച്ച രീതിയിലാകുമ്പോൾ പോകുമായിരിക്കും, ദീർഘിച്ച കോണാകൃതിയിലാകുമ്പോൾ പൊക്കോണ്ടിരിക്കുമായിരിക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, റേഡിയൽ എന്ന രീതിയിൽ പറയാം. So the radial drainage pattern develop around a central elevated point and is common to conical shaped features such as volcanoes and all. When the rivers originate from a hill and flows in all directions, the drainage pattern is known as radial. അതാണ് പറയുന്നത്. ഒരു ഹില്ലിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്ത് ഒരു പർട്ടിക്കുലർ ദിശയിലേക്ക് മാത്രം ഒഴുകാണ്ട് ഒന്നിൽ കൂടുതൽ മൾട്ടിപ്പിൾ ഡയറക്ഷൻസിലേക്ക് അത് ഒഴുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം ഒഴുകുന്ന ഡ്രെയിനേജുകളെ നമുക്ക് എന്തെന്ന് വിളിക്കാം, റേഡിയൽ ഡ്രെയിനേജ് പാറ്റേൺ എന്ന് വിളിക്കുവാൻ സാധിക്കും. നർമ്മദ, സൺ, അമർകണ്ടക്ക് എന്നിവയിലൊക്കെ നമുക്ക് ഈ ഒരു പാറ്റേൺ ഒറിജിൻ സ്ഥലങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. സെൻട്രിപിറ്റൽ ഡ്രെയിനേജ് പാറ്റേൺ. സെൻട്രിപിറ്റൽ ഡ്രെയിനേജ് പാറ്റേൺ ശരിക്കും പറഞ്ഞാൽ കായലുകൾ അല്ലെങ്കിൽ തടാകങ്ങൾ ഉണ്ടാക്കുന്നതിന് സാധ്യമാക്കുന്നതാണ്. നമ്മുടെ റേഡിയലിൻ്റെ കാര്യം പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. റേഡിയൽ ഒരു ഉയർന്ന പ്രദേശത്തു നിന്ന് ഒറിജിനേറ്റ് ചെയ്ത് നാനാഭാഗങ്ങളിലേക്കും പോകും എന്ന് പറഞ്ഞുവെങ്കിൽ സെൻട്രിപിറ്റൽ നേരെ തിരിച്ചാണ്. ചുറ്റുപാടുകളിലുമുള്ള ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നെല്ലാം കൂടി കമ്പൈൻ ചെയ്ത് ഒരു കോമൺ പോയിന്റിലേക്ക് വന്ന് എത്തുകയാണ് ചെയ്യുക. അതാണ് സെൻട്രിപിറ്റൽ. ഇപ്പോൾ ഇതുപോലെ തടാക രൂപീകരണം, ഉയർന്നു നിൽക്കുന്ന പ്രദേശങ്ങളിൽ നിന്നെല്ലാം നദി ഒഴുകി എവിടെ എത്തുന്നു, ഒരു കോമൺ പോയിന്റിലേക്ക് വന്നെത്തി ഏറ്റവും ഡിപ്രഷൻ കൂടുതലുള്ള താഴ്ച കൂടുതലുള്ള പ്രദേശത്തെത്തി അവിടെ അക്യൂമുലേറ്റ് ചെയ്യപ്പെടുന്ന പ്രോസസ്സ്. അപ്പോൾ അത്തരത്തിൽ നദി ഒഴുക്ക് ഉണ്ടാകുന്ന സാഹചര്യങ്ങളുണ്ട് എങ്കിൽ അത്തരം നദി ഒഴുകുന്ന സാഹചര്യത്തെയാണ് നമ്മൾ സെൻട്രിപിറ്റൽ ഡ്രെയിനേജ് പാറ്റേൺ എന്നത് കൊണ്ട് അർത്ഥമാക്കുക. So it is just the opposite of the radial system, as streams flow towards a central depression. During wetter portions of the year, these streams feed ephemeral lakes which evaporates away during dry periods. അല്ലേ?
ചെറിയ തടാകങ്ങൾ, എഫിമെറൽ തടാകം എന്ന് പറയുമ്പോൾ നൈമിഷികമായിട്ടുള്ള പെട്ടെന്ന് ഇവോപ്പറേറ്റ് ആയി പോകുന്ന ഡ്രൈ സീസണുകളിൽ ഇവോപ്പറേറ്റ് ആയി പോകുന്ന ലേക്കുകളിലേക്കൊക്കെ വെള്ളം ഇത്തരത്തിൽ ഇയാൾ ഫീഡ് ചെയ്യാറുണ്ട് എന്നുള്ളത്. സെൻട്രിപിറ്റൽ ഡ്രെയിനിൽ പാറ്റേൺ വെള്ളം ഫീഡ് ചെയ്യുന്നതാണ്. Sometimes salt flats are also created in this dry lake bed, as salt discovered in the lake water precipitates out of the solution and is left behind when the water evaporates away. ഒന്നുമില്ല, ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ ചിലപ്പോൾ ഉപ്പ് നിക്ഷേപം നമുക്ക് ഈ താഴ്വരകളിൽ കാണാൻ പറ്റുന്നുള്ളൂ. ഉപ്പ് നിക്ഷേപം താഴ്വരയിൽ കാണാൻ പറ്റുന്നൊന്നുമില്ല. അവിടെ ഉള്ളതിൽ നിന്ന് വെള്ളം ഇവോപ്പറേറ്റ് ആയി മുകളിലോട്ട് പോകും. വെള്ളം പോയി കഴിഞ്ഞാൽ ഉപ്പ് ഇവോപ്പറേറ്റ് ആവില്ലല്ലോ, അപ്പോൾ ഉപ്പ് അവിടെ അവശേഷിക്കും. അങ്ങനെ ഉപ്പ് നമുക്ക് ഗ്യാദർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കാണാറുണ്ട്. സെൻട്രിപിറ്റൽ ഡ്രെയിനേജ് പാറ്റേൺ വരുന്ന സെൻട്രിപിറ്റൽ ഡ്രെയിനേജ് പാറ്റേൺ ഫോം ചെയ്യുന്ന തടാകങ്ങളിൽ നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ട്, ഉപ്പ് കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറഞ്ഞത്. മണിപ്പൂരിലെ ലോക്തക് തടാകം ഒക്കെ പോലെ വരുന്നത്. ഓക്കെ, പിന്നുള്ളൊരു ആനുലാർ ഡ്രെയിനേജ് പാറ്റേണും കൂടി നമുക്കൊന്ന് മനസ്സിലാക്കുന്നുണ്ട്. ആനുലാർ എന്ന് പറയുമ്പോൾ ഏകദേശം ഈ സെൻട്രിപിറ്റലൊക്കെ പോലെ തന്നെയാണ്, പക്ഷേ ഒരു ഇൻ്റർമിറ്റൻസി കാണാൻ പറ്റും, ഒരു കണ്ടിന്യൂറ്റി നമുക്ക് കാണാൻ പറ്റാണ്ട് വരുന്നൊരു സാഹചര്യമാണ്. നമുക്കൊന്ന് വായിച്ച് നോക്കാം. ഇൻ ദി ആനുലാർ ഡ്രെയിനേജ് പാറ്റേൺ streams trace a tangential or greater concentric path along a belt of weak rock. So, with others, a roughly traced outer ring can be seen. അതായത് ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ചിത്രത്തിൽ കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല, ഒരു ടാൻജൻഷ്യൽ ആയിട്ടുള്ളൊരു വര കണ്ടോ, നദിയുടേതായ വര, അതിൽ നിന്നൊരു സർക്കുലാർ ഫോർമേഷൻ കണ്ടോ, ഇങ്ങനെ ടാൻജൻഷ്യൽ ആയിട്ടുള്ളൊരു വര വന്ന് കയറി അതിൽ നിന്നൊരു സർക്കുലാർ ഫോർമേഷൻ. ആ സർക്കുലാർ ഫോർമേഷൻ വേണമെങ്കിൽ എന്താ പറയുക, കണ്ടിന്യൂസും ആകാം ഡിസ്കണ്ടിന്യൂസും ആകാം എന്ന രീതിയിൽ കാണുന്നതാണ്. ഓക്കെ, ഇറ്റ് ഇസ് ദി ബെസ്റ്റ് ഡിസ്പ്ലേഡ് ബൈ സ്ട്രീംസ് ഡ്രെയിനിങ് എ മെച്യൂർലി ഡൈസെക്റ്റഡ് സ്ട്രക്ചറൽ ഡോം. വളരെ മെച്യൂർഡായിട്ടുള്ള, വളരെയധികം പ്രായം ചെന്ന ഓൾഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറൽ ഡോമിനെ ഡൈസെക്റ്റ് ചെയ്ത് ഒഴുകി വരുന്നത് പോലെ എന്നാണ്. സ്ട്രക്ചറൽ ഡോം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഡോം എന്ന് പറഞ്ഞാൽ എന്താ, ഇങ്ങനെ നിൽക്കുന്ന നമ്മളിപ്പോൾ പള്ളിയുടെയൊക്കെ ഏറ്റവും മുകളിൽ കാണുന്ന സ്ട്രക്ചറിൽ അതിനാണ് നമ്മൾ ഡോം എന്ന് പറയുന്നത്. അപ്പോൾ ഡോം ഷേപ്പിൽ വരുന്ന, വളരെ പ്രായം ചെന്ന ഡോം ഷേപ്പിൽ വരുന്ന സാഹചര്യങ്ങളിൽ വളരെ പ്രായം ചെന്ന ഡോം ഷേപ്പ് വരുന്ന സ്ട്രക്ചറൽ ഡോമിനെ ഡൈസെക്റ്റ് ചെയ്ത് ഒഴുകുന്നത്, ഇതിനെ കട്ട് ചെയ്ത് ഒഴുകുന്ന നദികളുടെ കാര്യത്തിൽ നമുക്കിത് കാണാൻ പറ്റും എന്നുള്ളതാണ്. ഓർ ബേസിൻസ് വെയർ ഇറോഷൻ ഹാസ് എക്സ്പോസ്ഡ് ദ റിമിംഗ് സെഡിമെൻ്ററി സ്ട്രാറ്റ ഓർ greatly varying degrees of hardness, as the Red Valley which nearly encircles the domal structure of the Black Hills or ഓഫ് സൗത്ത് ഡക്കോട്ട. അപ്പോൾ ഡക്കോട്ട എന്ന് പറയുന്ന പ്രദേശത്ത് നമുക്ക് കാണാൻ പറ്റുന്നൊരു സാഹചര്യമാണ് നമ്മുടെ റെഡ് വാലി എന്ന് പറയുന്നത്. അവിടെ ഇതുപോലെയാണ് എന്താ പറയുക, ഡോം സ്ട്രക്ചറിനെ ഡൈസെക്റ്റ് ചെയ്തുകൊണ്ട് അതിന് പുറത്തായിട്ട് റിംഗ് ഷേപ്പിൽ നദി ഫോം ചെയ്ത് പോകുന്ന സാഹചര്യം കേട്ടോ. ഡോം ഷേപ്പിനെ ഡൈസെക്റ്റ് ചെയ്തുകൊണ്ട് റിംഗ് ഷേപ്പിൽ നദി ഒഴുകി പോകുന്ന സാഹചര്യം വരുന്നതാണ്. ഇപ്പോൾ സൗത്ത് ഓഫ് ഡക്കോട്ടയിൽ എവിടെ കാണാൻ പറ്റുന്നത്, നമ്മുടെ റെഡ് വാലിയിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്ന തരത്തിലുള്ള ഡ്രെയിനേജ്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ അവിടെ ഒരു PYQ ചോദിച്ചതിനകത്ത് നമുക്ക് വന്നിട്ടുണ്ടായിരുന്ന ഒരു ഉത്തരം ഇതാണ് കേട്ടോ. ആനുലാർ ഡ്രെയിനേജ് പാറ്റേൺ എന്ന് പറയുന്നൊരു ഡ്രെയിനേജ് പാറ്റേൺ ആണ് നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ്. വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഈ ആനുലാറിനെ മനസ്സിലാക്കാൻ ഒരല്പം ബുദ്ധിമുട്ടാണ് ആനുലാർ ഡ്രെയിനേജ് പാറ്റേൺ എന്ന് പറയുന്നത്. ബട്ട് എനി ഹൗ ഒരു ഡോം, ഒരു വളരെയധികം മെച്ചുവേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രായം ചെന്നിട്ടുള്ളൊരു ഡോമിനെ, സ്ട്രക്ചറൽ ഡോമിനെ സ്ട്രക്ചറൽ ഡോം എന്ന് പറയുമ്പോൾ ആ ഡോം ഷേപ്പിലിരിക്കുന്ന സ്ട്രക്ചർ അതിനെ ഡൈസെക്റ്റ് ചെയ്തുകൊണ്ട് ഒഴുകുന്നതാണ് എന്ന രീതിയിൽ നമുക്ക് മനസ്സിലാക്കാം. ഏറെക്കുറെ ഈ ഒരു സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുന്നുണ്ടാവും. ഇൻ്റർമിറ്റൻ്റ് ആയിട്ടായിരിക്കും ചിലപ്പോൾ നദിയുടെ ഒഴുക്ക്, ചിലപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടായിരിക്കും. ഇൻ്റർമിറ്റൻ്റ് ആയിട്ട് ഒഴുകാം, കണ്ടിന്യൂസ് ആയിട്ട് ഒഴുകാം. ദേ മേ ഹാവ് ടാൻജൻഷ്യൽ റിവർ പാത്സ് ആസ് വെൽ. അവർക്ക് ഈ സർക്കുലാർ പാറ്റേണിൽ നിന്ന് ടാൻജൻറ്റ് പോകുന്നത്, വരച്ചത് പോകുന്നത് പോലെ എന്ന രീതിയിൽ റിവറിൻ്റെ കണക്ഷനും നമുക്ക് പറയുവാൻ സാധിക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതും ഉണ്ടാവും ഈ ഒരു പാറ്റേണിൽ എന്നാണ് പറയുന്നത് കേട്ടോ. ഒരല്പം ബുദ്ധിമുട്ടുള്ളതാണ്. ബട്ട് നിങ്ങൾ ഈ ഒരു ഏരിയാസ് ഒന്ന് കാണാണ്ടെങ്കിലും മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി കേട്ടോ. ഈ സ്ട്രക്ചറൽ ഡോം ഡൈസെക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഉണ്ടാവുന്നതെന്നും എന്താ പറയുക, സെഡിമെൻ്ററി സ്ട്രാറ്റോ വളരെയധികം ഹാർഡായിട്ടുള്ള, പല രീതിയിലുള്ള ഹാർഡ്നെസ് ഉള്ള, വേരിയിങ് ഡിഗ്രീസ് ഓഫ് ഹാർഡ്നെസ്, പല രീതിയിലുള്ള ഹാർഡ്നെസ് ഉള്ള ഒരു സെഡിമെൻ്ററി സ്ട്രാറ്റയിലൊക്കെയാണ് ഇത് വളരെ കോമൺ ആയിട്ട് കാണാൻ പറ്റുക. ഓക്കെ, എങ്കിലാണ് ആ ഒരു ഡോമിൻ്റെ സ്ട്രക്ചറിൽ പലയിടങ്ങളിൽ എനിക്ക് എന്ത് ഇറോഷൻ, ഇവിടെ ഹാർഡ് സോഫ്റ്റ് ആണെങ്കിൽ അവിടെ ഇറോഷൻ നടക്കും, ഒഴുകി വരുന്ന ഇവിടെ ഹാർഡ് ആണെങ്കിൽ ഇവിടെ ഇറോഷൻ നടക്കത്തില്ല. അടുത്ത് ഇവൻ ഒഴുകി എത്തുന്നതിനകത്ത് എവിടെയെങ്കിലും അടുത്ത എന്താ പറയുക ഒരു സോഫ്റ്റർ ആയിട്ടുള്ളൊരു ഏരിയ വരുവാണെങ്കിൽ അവിടെ ഇറോഡ് ചെയ്ത് പോവുകയാണ് ചെയ്യുക. അതുകൊണ്ട് ഓൾട്ടർനേറ്റിംഗ് അല്ലെങ്കിൽ വേരിയിങ് ഡിഗ്രീസ് ഓഫ് ഹാർഡ്നെസ് കാണുന്ന സെഡിമെൻ്ററി സ്ട്രാറ്റയിലൊക്കെ ആയിരിക്കും ഇവൻ്റെ ഇറോഷൻ സാധ്യമായി വരിക എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, റൈറ്റ്. അതാണ് നമ്മുടെ ആനുലാർ ഡ്രെയിനേജ് പാറ്റേൺ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഡ്രെയിനേജ് പാറ്റേൺസിൽ നമുക്ക് കോമൺ ആയിട്ട് പഠിക്കേണ്ടിയ പ്രധാനപ്പെട്ട ഏരിയാസ്. ദെൻ വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് എ കോൺസെപ്റ്റ് കോൾഡ് വാട്ടർ ഡിവൈഡ്. വാട്ടർ ഡിവൈഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ പറ്റിയിട്ട് അറിഞ്ഞിട്ടുണ്ടാവണം. എന്താണ് വാട്ടർ ഡിവൈഡ്?
എസെൻഷ്യലി ഒരു സ്ട്രീമിനെ രണ്ടായിട്ട് ബൈഫർക്കേറ്റ് ചെയ്യാൻ, അതായത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിൽ ഉയർന്നു നിൽക്കുന്ന ഏതൊരു ലാൻഡ് ഫോമിനെയും എനിക്ക് എന്ത് വിളിക്കാം? വാട്ടർ ഡിവൈഡ് എന്ന് വിളിക്കാം. അതായത് ഒരു സ്ട്രീം ഒഴുകി പോകുമ്പോൾ ആ സ്ട്രീമിനെ രണ്ടായി ഡിവൈഡ് ചെയ്ത് വിടുന്നതിന് വേണ്ടി ഉയർന്നു നിൽക്കുന്ന ഏതൊരു ലാൻഡ് ഫോമിനെയും വിളിക്കുന്ന പേരാണ് വാട്ടർ ഡിവൈഡ്. ഇറ്റ് ഈസ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. എന്താണ്? വായിച്ച് നോക്കാം. ഇവിടെ കണ്ടോടാ, സ്ട്രീം എ, സ്ട്രീം ബി. ഇത് എസെൻഷ്യലി ഒരു ഒറ്റ സ്ട്രീം ആയിരുന്നു എന്ന് കരുതിക്കോ. ആ ഒറ്റ സ്ട്രീമിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് ഈ ഒരു ഉയർന്നു നിൽക്കുന്ന പോർഷനല്ലേ. ഇനി അതും കളാം. ഈ രണ്ട് സ്ട്രീമുകളെ തമ്മിൽ അടുത്തടുത്ത് നിൽക്കുന്ന രണ്ട് സ്ട്രീമുകളെ, അങ്ങനെയും പറയാം കേട്ടോ, അടുത്തടുത്ത് നിൽക്കുന്ന രണ്ട് സ്ട്രീമുകളെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്ത് നിൽക്കുന്ന ഉയർന്ന പോർഷൻ. ഈ ഒരു ഉയർന്ന പോർഷൻ ഇല്ലായിരുന്നുവെങ്കിൽ ഈ രണ്ട് സ്ട്രീമും കൂടെ ഒന്നായേനെ. ശരിയാണോ? അപ്പോൾ രണ്ട് വ്യത്യസ്തമായ സ്ട്രീമുകൾ എന്ന രീതിയിൽ അടുത്തടുത്തുകൂടി ഒഴുകുന്ന സ്ട്രീമുകളെ ഒഴുക്കി വിടുന്നതിന് കാരണമാകുന്ന ഉയർന്നു നിൽക്കുന്ന ലാൻഡ് ഫോമിന് വിളിക്കുന്ന പേരാണ് വാട്ടർ ഡിവൈഡ്. എന്താ എഴുതിയിരിക്കുന്നതും കൊടുത്ത് വായിച്ചോളൂ. A water divide, also known as a drainage divide, is any high land region that divides drainage basins into two halves. It could be a mountain, a plateau, or any other terrain that separates nearby drainage basins. അല്ലേ? അടുത്തടുത്തുള്ള രണ്ട് ഡ്രെയിനേജ് ബേസിനുകളെ വേർതിരിക്കുന്ന ഏതൊരു ഉയർന്ന കരഭൂമിയുമാകാം വാട്ടർ ഡിവൈഡ് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കേണ്ടത്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ട ഒരു സാധനമാണ്. ഡ്രെയിനേജ് പഠിക്കുമ്പോൾ എസെൻഷ്യലി മനസ്സിലാക്കേണ്ടതാണ് കാച്ച്മെൻറ്റ് ഏരിയയും വാട്ടർ ഷെഡും നമ്മുടെ റിവർ ബേസിൻ എന്നോ അല്ലെങ്കിൽ കാച്ച്മെൻറ്റ് ഡ്രെയിനേജ് ബേസിൻ, റിവർ ബേസിൻ അല്ലെങ്കിൽ നമ്മുടെ ഡ്രെയിനേജ് ബേസിൻ എന്നൊക്കെ നമ്മൾ പറയുന്ന ഏരിയാസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. നോക്കാം. അപ്പോൾ എന്താണ് കാച്ച്മെൻറ്റ് ഏരിയ എന്ന് പറയുന്നത്? നമ്മൾ നദികളെല്ലാം ഇപ്പം റെയിൻഫെഡ് ആയിട്ടുള്ള നദികളെന്ന് കരുതാം. മഴ വെള്ളം കൊടുത്തുകൊണ്ട് ഒഴുകുന്ന നദികളെന്ന് കരുതാം. അങ്ങനെയുള്ള നദികളുണ്ട്. ഇപ്പോൾ കേരളത്തിലെ എല്ലാ നദികളും റെയിൻഫെഡ് റിവേഴ്സാണ്. ഉപദ്വീപീയ നദികളെല്ലാം തന്നെയും റെയിൻഫെഡ് റിവേഴ്സായിട്ട് നമ്മൾ പറയുന്നവയാണ് അല്ലേ. അതായത് മഴ ഉണ്ടെങ്കിലാണ് ഇവർക്ക് നദിയിൽ വെള്ളം കിട്ടുക. അപ്പോൾ ഈ മഴ ഏതൊക്കെ പ്രദേശത്ത് പെയ്യുന്ന മഴയെ കളക്ട് ചെയ്താണ് ഒരു നദി ഒഴുകുന്നത്. അപ്പോൾ ഒരു നദീനെ സംബന്ധിച്ചിടത്തോളം ആ നദിയുടെ കാച്ച്മെൻറ്റ് ഏരിയ എന്ന് പറയുമ്പോൾ എന്താ? ആ നദിക്ക് വെള്ളം എത്തിക്കുന്നതിനായി അതിൻ്റെ അപ്സ്ട്രീമിൽ, അതിൻ്റെ ഉറവിട പ്രദേശങ്ങളിൽ എത്ര ഏരിയയിലുള്ള വെള്ളം ഗ്യാദർ ചെയ്ത്, വെള്ളം കളക്ട് ചെയ്തിട്ടാണോ ഈ നദിയെ ഫീഡ് ചെയ്യുന്നത്, ആ നദി ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള എന്താ പറയുക വെള്ളം സപ്ലൈ ചെയ്യുന്നത്, അത്രയും ഏരിയനെ വിളിക്കുന്ന പേരാണ് കാച്ച്മെൻറ്റ് ഏരിയ. അപ്പം നദീനെ നമ്മൾ മഴ പെയ്യുമ്പോൾ ഞാനിങ്ങനെ നദിയുടെ ഒരു ഫണൽ പോലെ, നദിയുടെ മുകളിലുള്ള പോർഷൻ ഒരു ഫണൽ പോലെ ഇരിക്കും, അതിങ്ങനെ ക്യാച്ച് ചെയ്തിട്ടാണ് നദിയെ ഫീഡ് ചെയ്യുന്നതെന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ എത്ര ഏരിയയിൽ ക്യാച്ച് ചെയ്യുന്ന വെള്ളമാണ് ഒരു നദിയെ ഫീഡ് ചെയ്യുന്നത്, അതിനനുസരിച്ചിരിക്കും കാച്ച്മെൻറ്റ് ഏരിയ എന്ന് പറയുന്നത്. ഇപ്പോൾ കിട്ടുന്നുണ്ടോ? അപ്പോൾ ഒരുപാട് വെള്ളം ഉൾക്കൊള്ളുന്ന നദികളുടെ കാര്യത്തിൽ സ്വാഭാവികമായിട്ട് കാച്ച്മെൻറ്റ് ഏരിയ കൂടാനുള്ള സാധ്യതയുണ്ട്. കുറവ് വെള്ളം ഉൾക്കൊണ്ട് ഒഴുകുന്ന നദികളുടെ കാര്യത്തിൽ ചെറിയൊരു കാച്ച്മെൻറ്റ് ഏരിയ ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെയൊക്കെയുള്ള സാധ്യതകൾ നമുക്ക് പറയാൻ പറ്റും അല്ലേ. അപ്പോൾ എന്താ കാച്ച്മെൻറ്റ് ഏരിയ? എ കാച്ച്മെൻറ്റ് ഏരിയ ഓൾസോ റെഫേർഡ് ടു ആസ് എ വാട്ടർ ഷെഡ്. ഇറ്റ്സ് എൻ ഏരിയ that is topographically bounded where all the precipitation collects in it and drains off through a common outlet. നമ്മുടെ കാര്യത്തിൽ നമ്മൾ റിവറിനെ പറ്റി ആലോചിച്ചാൽ മതി കേട്ടോ, ബേനെ പറ്റി ആലോചിക്കേണ്ട. നമ്മുടെ പെർസ്പെക്റ്റീവിൽ, നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കിൻ്റെ പെർസ്പെക്റ്റീവിൽ നമ്മൾ അതിനൊരു റിവറായിട്ട് തന്നെ കൺസിഡർ ചെയ്താൽ മതി. ഇപ്പം ഞാൻ ഈ പറഞ്ഞത് തന്നെയേ ഉള്ളൂ കേട്ടോ. ദ precipitation collects in it and drains off through a common outlet. അതിനാണ് നമ്മൾ റിവർ എന്ന് വിളിക്കുന്നത്. കോമൺ ഔട്ട്ലെറ്റിനെ നമ്മൾ എന്ത് വിളിക്കുക? റിവർ എന്ന് വിളിക്കുക. അപ്പോൾ ഈ ഒരു ചിത്രം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു മലമുകളിൽ പെയ്യുന്ന ഇത്രയും മഴയിൽ, ഈ പ്രദേശത്ത് ഇത്രയും, ഈ ഒരു ഞാൻ റെഡ് മാർക്ക് ചെയ്തിരിക്കുന്ന അത്രയും സ്ഥലത്ത് പെയ്യുന്ന മഴവെള്ളം മുഴുവനും വന്നെത്തുന്നത് ഈ ഒരു നദിയിലേക്കാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു നദിയുടെ ഡ്രെയിനേജ് കാച്ച്മെൻറ്റ് ഏരിയ ആയിട്ട് എനിക്ക് പറയാൻ പറ്റുന്നത് ഇത്രയും ഏരിയ, ഈ ഏരിയ എത്രയുണ്ടോ, എത്ര ഹെക്ടർ ഉണ്ടോ അതിനെയാണ് എൻ്റെ, അല്ലെങ്കിൽ എത്ര m² ഉണ്ടോ അതിനെയാണ് ഞാൻ എന്ത് പറയുന്നത്? എൻ്റെ കാച്ച്മെൻറ്റ് ഏരിയ എന്ന് പറയുക. അതിനാണ് എന്ത് പറയുക? എൻ്റെ കാച്ച്മെൻറ്റ് ഏരിയ എന്ന് പറയുക. പിടി കിട്ടുന്നുണ്ടോ? ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. ഓക്കെ. അപ്പോൾ എത്ര ഏരിയയിൽ കളക്ട് ചെയ്യപ്പെടുന്ന വെള്ളമാണ് ഒരു നദി ഫോം ചെയ്യുന്നത്, ആ ഏരിയനെ വിളിക്കുന്ന പേരാണ് ആ നദിയുടെ കാച്ച്മെൻറ്റ് ഏരിയ എന്ന് പറയുമ്പോൾ. പിടി കിട്ടുന്നുണ്ടോ? അപ്പോൾ ഈ നദി ഫോം ചെയ്യാൻ ഇത്ര ഏരിയയിൽ നിന്നുള്ള വെള്ളമാണ് എത്തുന്നത്. മഴ പെയ്യുമ്പോൾ ഇത്ര ഏരിയയിൽ പെയ്യുന്ന മഴവെള്ളം എല്ലാം കൂടി ഫോം ചെയ്തിട്ടാണ് ഈ നദി ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കാച്ച്മെൻറ്റ് ഏരിയ. അത്രയേ ഉള്ളൂ. അങ്ങനെയാണ് ഇത് മനസ്സിലാക്കുക. ദ ലിമിറ്റ്സ് ഓഫ് കാച്ച്മെൻറ്റ് ഏരിയ ആർ മാർക്ക്ഡ് ഔട്ട് ബൈ നാച്ചുറൽ ഫീച്ചേഴ്സ് സച്ച് ആസ് റിഡ്ജസ്, ഉയർന്നു നിൽക്കുന്ന മേഖലകൾ, ആൻഡ് ഹിൽസ് ദാറ്റ് ആക്ട് ആസ് ഡിവൈഡ്സ്. അപ്പോൾ ഈ മലനിരയ്ക്ക് അപ്പുറം വേറെ രീതിയിലാണ്, സ്ലോപ്പ് അങ്ങോട്ടേക്ക്, അത് വേറൊരു നദിയെ ചിലപ്പോൾ ഫോം ചെയ്യുന്നുണ്ടാവും. മനസ്സിലാവുന്നുണ്ട്? അത് വേറെ ഏതെങ്കിലും നദിയിലേക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടി പോകുന്ന ചരിവായിരിക്കും. ഇതിന് ഈ ചരിവിന് അപ്പുറത്ത് വേറെ രീതിയിലാണ് വെള്ളം പോവുക, ഈ നദിയിലേക്കല്ല വെള്ളം വരുന്നത്. അതുകൊണ്ട് ഈ കാച്ച്മെൻറ്റ് ഏരിയയുടെ ബൗണ്ടറി മാർക്ക് ചെയ്യുന്ന ആരായിരിക്കും? ഒന്നുകിൽ ഒരു റിഡ്ജ് എന്ന് പറഞ്ഞാൽ ഉയർന്നു നിൽക്കുന്ന ഭൂപ്രകൃതി എന്നാണ് റിഡ്ജ്, അല്ലെങ്കിൽ ഒരു പർവ്വതം, ഒരു മലനിരയായിരിക്കാം. കിട്ടുന്നുണ്ടോ? ഒരു ഡിവൈഡ് പോലെ ആക്ട് ചെയ്യുന്നു. The size and character of a catchment area determines the nature of the hydrological response in terms of runoff, infiltration and groundwater recharge. എത്ര വലുതാണ് നമ്മുടെ ഈ കാച്ച്മെൻറ്റ് ഏരിയ,
എന്താണ് ഈ കാച്ച്മെൻറ്റ് ഏരിയയുടെ ക്യാരക്ടർ എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും ഈ പറയുന്ന കാച്ച്മെൻറ്റ് ഏരിയയോട് നമ്മുടെ വെള്ളം എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളത്, അതിൻ്റെ ഇൻഫിൽട്രേഷൻ, ഇതിൽ നിന്ന് എത്രത്തോളം വെള്ളം നമ്മൾ മണ്ണിലേക്ക് ഇറങ്ങുന്നു എന്നുള്ളത്, ഗ്രൗണ്ട് വാട്ടർ അതുകൊണ്ട് എത്ര കണ്ട് ഗ്രൗണ്ട് വാട്ടർ റീചാർജ് ചെയ്യപ്പെടും എന്നുള്ളതല്ല. കാരണം ഈ പെയ്യുന്ന മഴ മുഴുവൻ ഒഴുകി നദിക്ക് വേണ്ടിയിട്ട് വരുമല്ലോ. ആ വെള്ളത്തിൽ കുറേയൊക്കെ നമ്മുടെ മണ്ണിനകത്തേക്ക് ഇറങ്ങില്ലേ. അപ്പോൾ മണ്ണിനകത്തേക്ക് എത്ര ഇറങ്ങുന്നുള്ളത് ആ പ്രദേശത്തിൻ്റെ ക്യാരക്ടറിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. വളരെയധികം റോക്കി ആയിട്ടുള്ള സ്ട്രക്ചറാണെന്നുണ്ടെങ്കിൽ മണ്ണിനടിയിലേക്ക് അത് ഇറങ്ങത്തില്ല. അത് കൂടുതലും റൺ ഓഫ് ആയിരിക്കും, കൂടുതലും നദിയിൽ വെള്ളമായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നവനായിരിക്കും. അപ്പോൾ നമ്മുടെ ഹിമാലയൻ നദികളിൽ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്നത് ഏറ്റവും കൂടുതൽ മഴയെന്ന് ഹിമാലയൻ നദികൾ ഏറ്റവും കൂടുതൽ വെള്ളം ഉൾക്കൊണ്ട് ഒഴുകുന്നതിൻ്റെ മറ്റൊരു കാരണം അതാ. ഒന്ന്, ഹിമാനികൾ ഉരുകി വരുന്നുണ്ടാണ്. രണ്ട്, അവിടെ പെയ്യുന്ന മഴയെല്ലാം തന്നെയും റോക്കി സ്ട്രക്ചറിനകത്താണ് ചെന്ന് വീഴുന്നത്. അപ്പോൾ റോക്ക് ആയതുകൊണ്ട് അധികം ഗ്രൗണ്ട് വാട്ടറിൽ റീചാർജിങ് നടക്കത്തില്ല, പകരം റൺ ഓഫ് ആവും, സർഫസിലൂടെ ഒഴുകി എത്തും. ഓക്കെ, അങ്ങനെയൊക്കെ നമുക്ക് പറയാം. അപ്പോൾ അങ്ങനെ സർഫസ് മാറുന്നതിനനുസരിച്ച് അതിൻ്റെ ക്യാരക്ടേഴ്സിന് വ്യത്യാസം ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. The terms catchment area and watershed are used interchangeably, but watersheds are usually small in area. Watershed എന്ന് പറഞ്ഞാൽ നീർത്തടം എന്നാണ് പറയുക, അത് താരതമ്യേന കുറേ കൂടി ചെറുതാണ്. River basins are usually taken as planning units for developmental purposes because of their utility events in one part can affect other part as well. ഡ്രെയിനേജ് ബേസിനും കാച്ച്മെൻറ്റ് ഏരിയയും തമ്മിലുള്ള വ്യത്യാസം ഇത്രേ ഉള്ളൂ. ഡ്രെയിനേജ് ബേസിൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ നദി കൊണ്ട് എത്രത്തോളം ഏരിയയ്ക്കാണ് നദി നമുക്ക് വെള്ളം എത്തിക്കുന്നത്, വെള്ളം കളക്ട് ചെയ്യപ്പെടുന്ന ഏരിയ കാച്ച്മെൻറ്റ് ഏരിയയും, ആ കളക്ട് ചെയ്ത വെള്ളം നദിയിലൂടെ ഒഴുകി ഏതൊക്കെ പ്രദേശങ്ങളെ ഫ്ലറിഷ് ചെയ്യുന്നുണ്ട് ആ ഏരിയനെ നമ്മൾ ഡ്രെയിനേജ് ബേസിൻ ആയിട്ടും കൺസിഡർ ചെയ്യുകയാണ് ചെയ്യുന്നതെന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, റിവർ ബേസിൻസ് ആൻഡ് വാട്ടർഷെഡ്സ് ആർ മാർക്ക്ഡ് ബൈ യൂട്ടിലിറ്റി. വാട്ട് ഹാപ്പൻസ് ഇൻ വൺ പാർട്ട് ഓഫ് ദ റിവർ ബേസിൻ ഓർ വാട്ടർഷെഡ് directly affects the other part and the unit as a whole. That is why they are accepted as the most appropriate micro or macro planning regions എന്ന്. അതായത് ഇപ്പോൾ ഈ വാട്ടർ ഷെഡ്, ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരിടത്ത് കൃത്യമായിട്ട് വെള്ളം നമ്മൾ അണക്കെട്ടുകൾ വല്ലതും കെട്ടിക്കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റൊരു പ്രദേശത്ത് വെള്ളത്തിൻ്റെ സപ്ലൈനെ അത് അഫക്റ്റ് ചെയ്യുമല്ലോ, അത് കുറയുമല്ലോ, വെള്ളത്തിൻ്റെ സപ്ലൈ കുറയുമല്ലോ, മറ്റൊരു സൈഡിലേക്ക് വെള്ളത്തിൻ്റെ സപ്ലൈ കുറയും. മാത്രമല്ല ഡാം കിട്ടിയ സ്ഥലത്ത് അതിൻ്റെ അപ്സ്ട്രീം സൈഡിലേക്ക് വെള്ളം കൂടുതൽ കയറുന്നൊക്കെ കാണാൻ പറ്റും. ഇത്തരം വേരിയേഷൻസ് നമുക്ക്, അല്ലെങ്കിൽ ഇത്തരം എഫക്റ്റുകൾ റിവർ ബേസിനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. നാച്ചുറൽ റിവർ ബേസിൻ അല്ലാണ്ട് നമുക്ക് ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളിലാണ് പ്രത്യേകിച്ച് നമുക്കത് കാണാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ്. A river basin is, അല്ലെങ്കിൽ drainage basin is the area drained by a river and its tributaries, and it comprises of numerous small catchments and spreads across a wide area of land. A river basin is a large hydrological unit integrating ecological, geographical and social factors. River basins are fundamental in water resource management as well as the support ecosystem blah blah blah. അതായത് എഴുതിയിരിക്കുന്ന നിങ്ങൾ വായിക്കണം കേട്ടോ, ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയത് ഇത്രയേ ഉള്ളൂ. നേരത്തെ സൂചിപ്പിച്ച അതേ കാര്യം തന്നെ. ഡ്രെയിനേജ് ബേസിനകത്ത് ഒരു നദിയും അതിൻ്റെ ട്രിബ്യൂട്ടറികളും ഒക്കെ ഭാഗമാണ്. ആ നദിയും ട്രിബ്യൂട്ടറികളും ഒക്കെ കൂടി ചേർന്ന്, അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടറികളും ഒക്കെ ചേർന്ന് ഏതൊക്കെ മേഖലയിലേക്ക് വെള്ളം എത്തിക്കുന്നു, ഏതൊക്കെ മേഖലകളെ ഫ്ലറിഷ് ചെയ്യുന്നു എന്നതിനെ ബേസ് ചെയ്തിട്ടിരിക്കും ഡ്രെയിനേജ് ബേസിന് എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനെ നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഇത് ഒരുപാട് ഫാക്ടേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ജിയോഗ്രഫിക്കൽ ഫാക്ടേഴ്സ്, ഇക്കോളജിക്കൽ ഫാക്ടേഴ്സ്, സോഷ്യൽ കൾച്ചറൽ ഫാക്ടേഴ്സ്, അഗ്രികൾച്ചർ, ഹ്യൂമൻ സെറ്റിൽമെൻറ്റ്സ്, അവിടെ ഇൻഡസ്ട്രികൾ ഉണ്ടാകുന്നുണ്ടോ ഇല്ലയോ, ഈ പറയുന്ന ഘടകങ്ങളെല്ലാം തന്നെ നദികളുടെ പ്രസൻസ് ബാധിക്കുന്നുണ്ട് അല്ലേ. യെസ്, അതുകൊണ്ട് തന്നെ ഒരു റിവർ ബേസിനെ റിവർ ബേസിൻ എന്ന് പറയുന്നത് കാച്ച്മെൻറ്റ് ഏരിയയേക്കാൾ വലുതായി ആണ് നമ്മൾ കണക്കാക്കുക എന്നുള്ളതാണ്. ഇനി നമ്മൾ നദികളെ സാധാരണയായി ക്ലാസിഫൈ ചെയ്യുന്നത് കാച്ച്മെൻറ്റ് ഏരിയയുടെ അടിസ്ഥാനത്തിലാണ്. ബേസ്ഡ് ഓൺ കാച്ച്മെൻറ്റ് ഏരിയ വി ഡിവൈഡ് റിവേഴ്സ് ഇൻറ്റു 2, 3, 4 ഓർ വാട്ട് എവർ ടൈപ്സ് ദാറ്റ് വി ഹാവ്. നമ്മൾ ശരിക്കും ഇവിടെ കാച്ച്മെൻറ്റ് ഏരിയയുടെ ബേസിസിൽ നദികളെ ക്ലാസിഫൈ ചെയ്യുന്നത്, ജനറലി ക്ലാസിഫൈ ചെയ്യുന്നത് മൂന്നായിട്ടാണ്. മൂന്നായിട്ടെന്ന് പറയുമ്പോൾ മൈനർ റിവർ, മീഡിയം റിവർ, മേജർ റിവർ എന്ന 3 ക്ലാസിഫിക്കേഷൻ കൊടുക്കും. കാച്ച്മെൻറ്റ് ഏരിയ വലുതായവൻ മേജർ റിവർ, അതിനേക്കാൾ കുറവുള്ളവൻ മീഡിയം റിവർ, ഏറ്റവും കുറവുള്ളവൻ മൈനർ റിവർ എന്ന് പറയും. അപ്പോൾ ആദ്യമേ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, ഈ മൈനർ റിവർ ഇത് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്യുന്നു? കാച്ച്മെൻറ്റ് ഏരിയയുടെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്യുന്നു. അപ്പം എന്താണ് നദികളെ ക്ലാസിഫൈ ചെയ്യുന്നതിൻ്റെ മാനദണ്ഡം? കാച്ച്മെൻറ്റ് ഏരിയയാണ് മാനദണ്ഡം. അതായത് 2000 സ്ക്വയർ കിലോമീറ്ററോ അതിൽ താഴെയോ ആണ് എങ്കിൽ, 2000 കിലോമീറ്റർ സ്ക്വയർ 2000 കിലോമീറ്റർ സ്ക്വയറോ അതിൽ താഴെയോ ആണ് നമ്മുടെ കാച്ച്മെൻറ്റ് ഏരിയ എങ്കിൽ, ഓക്കെ, അത്തരം നദികളെ വിളിക്കുന്ന പേര്, നദിയുടെ കാച്ച്മെൻറ്റ് ഏരിയയിൽ അത്തരം നദികളെ വിളിക്കുന്ന പേരാണ് മൈനർ റിവർ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കേരളത്തിലെ നദികളുടെയൊക്കെ കാര്യം, എല്ലാ നദിയും അല്ല, 4 പിടികിട്ടിയോ? ഇപ്പോൾ കാച്ച്മെൻറ്റ് ഏരിയ 2000 അതിൽ കുറവോ ആണ് എങ്കിൽ അത്തരം നദികളെ എനിക്ക് മൈനർ റിവേഴ്സ് എന്ന് വിളിക്കാം. 2000 മുകളിലാണെങ്കിലോ ഏതുവരെ പോവും? 20,000 വരെ. അതായത് 2000 സ്ക്വയർ കിലോമീറ്റർ മുതൽ 20,000 സ്ക്വയർ കിലോമീറ്റർ വരെ ഉള്ള നദികളെ വിളിക്കുന്ന പേര്
മീഡിയം റിവേഴ്സ് എന്ന് വിളിക്കും. എന്തുള്ളതാ? ക്യാച്ച്മെൻറ്റ് ഏരിയ. അപ്പോൾ എൻ്റെ ഫോർ എക്സാമ്പിൾ പെരിയാർ എന്ന നദിയുടെ ക്യാച്ച്മെൻറ്റ് ഏരിയ 5300 കിലോമീറ്റർ സ്ക്വയർ ആണെന്ന് കരുതുക. പെരിയാറിൻ്റെ ക്യാച്ച്മെൻറ്റ് ഏരിയ 5300 കിലോമീറ്റർ സ്ക്വയർ ആണെന്ന് കരുതുക. അങ്ങനെയുള്ള പെരിയാറിന് ഏത് കാറ്റഗറി പെടുത്താം? പെരിയാർ എന്ത് നദിയാണ്? അപ്പോൾ മീഡിയം നദിയാണ്. കാരണം 2000 മുകളിലുമാണ്, 20,000 താഴെയുമാണ്. ഇനി മേജർ നദിയാവണമെങ്കിൽ എന്താ കണ്ടീഷൻ? 20,000 സ്ക്വയർ കിലോമീറ്ററിൽ കൂടുതലാണ് ക്യാച്ച്മെൻറ്റ് ഏരിയ എങ്കിൽ ആ നദി വിളിക്കുന്ന പേര് മേജർ റിവർ. 20,000 കിലോമീറ്റർ സ്ക്വയറിനേക്കാളും കൂടുതലാണ് നദിയുടെ ക്യാച്ച്മെൻറ്റ് ഏരിയ എങ്കിൽ ആ നദിയെ വിളിക്കുന്ന പേരാണ് മേജർ റിവേഴ്സ്. പിടികിട്ടിയോ? ഇത്രയേ ഉള്ളൂ. അപ്പോൾ നദികളെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത് 3ആയിട്ടാണ്. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? ക്യാച്ച്മെൻറ്റ് ഏരിയയുടെ അടിസ്ഥാനത്തിൽ. വൃഷ്ടിപ്രദേശം എന്ന് മലയാളത്തിൽ പറയും. ക്യാച്ച്മെൻറ്റ് ഏരിയയുടെ മലയാളം വൃഷ്ടിപ്രദേശം. അപ്പോൾ വൃഷ്ടിപ്രദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ നദികളെ 3ആയി ക്ലാസിഫൈ ചെയ്യുന്നു: മേജർ, മീഡിയം, മൈനർ. ആരാ മേജർ? 20,000 സ്ക്വയർ കിലോമീറ്ററിൽ കൂടുതൽ വൃഷ്ടിപ്രദേശമുണ്ട് എങ്കിൽ അത്തരം നദികളെ മേജർ എന്ന് വിളിക്കാം. ആരാ മീഡിയം? 20,000-നും 2,000 സ്ക്വയർ കിലോമീറ്ററിനും ഇടയിലാണ് ക്യാച്ച്മെൻറ്റ് ഏരിയ വൃഷ്ടിപ്രദേശമെങ്കിൽ അവൻ മീഡിയം റിവർ. ഇനി 2,000 സ്ക്വയർ കിലോമീറ്ററിലും താഴെയാണ് നിങ്ങളുടെ ക്യാച്ച്മെൻറ്റ് ഏരിയ എങ്കിൽ, വൃഷ്ടിപ്രദേശമെങ്കിൽ, നിങ്ങൾ മൈനർ റിവർ എന്ന കാറ്റഗറിയിൽ പെടുന്നു. ക്ലിയർ ആണോ? ഇതാണ് നദികളെ നമ്മൾ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്ന ഘടകം എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയിലേക്ക് വരുമ്പോൾ നദികളെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നതിൽ പല രീതികളുണ്ട്. ഇപ്പോൾ ഹിമാലയത്തിൽ ഒഴുകുന്ന നദികൾ, അല്ലെങ്കിൽ ഹിമാലയത്തിൽ ഒറിജിനേറ്റ് ചെയ്യുന്ന നദികളെ നമ്മൾ ഹിമാലയൻ നദികളെന്നും, ഉപദ്വീപീയ പീഠഭൂമിയിൽ ഒറിജിനേറ്റ് ചെയ്യുന്ന നദികളെ നമ്മൾ ഉപദ്വീപീയ നദികളെന്നും വിളിക്കാറുണ്ട്. അതായത് ഹിമാലയൻ റിവേഴ്സ്, പെനിൻസുലാർ റിവേഴ്സ് എന്നൊരു ക്ലാസിഫിക്കേഷൻ നമ്മൾ ഇന്ത്യൻ ഡ്രെയിനേജിൽ പറയും. മറ്റൊരു രീതി പറയുന്നത് ഒഴുകിയെത്തുന്ന പ്രദേശത്തെ അടിസ്ഥാനപ്പെടുത്തി പറയും. ഈ നദികൾ എങ്ങോട്ടേക്കാണ് ഒഴുകി പോകുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ. ഉദാഹരണത്തിന് ഇന്ത്യയിൽ 2 പ്രദേശം മാത്രമേ ഉള്ളൂ ഇവർക്ക് ഒഴുകിയെത്തുവാനായിട്ട്. ഒന്നുകിൽ ഇന്ത്യയുടെ പടിഞ്ഞാറൻ ഭാഗത്ത് കാണുന്ന വെസ്റ്റേൺ സൈഡിൽ കാണുന്ന അറബിക്കടൽ, അല്ലെങ്കിൽ ഇന്ത്യയുടെ കിഴക്കൻ സൈഡിൽ ഈസ്റ്റേൺ സൈഡിൽ കാണുന്ന ബേ ഓഫ് ബംഗാൾ ഉൾക്കടൽ. അപ്പോൾ ഈ 2 കടലിൽ ഏത് കടലിലേക്ക് ചെന്നെത്തുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി എനിക്ക് ബേ ഓഫ് ബംഗാൾ റിവർ സിസ്റ്റം എന്നും അറേബ്യൻ സീ റിവർ സിസ്റ്റം എന്ന രീതിയിലും ഒരു ക്ലാസിഫിക്കേഷൻ ഇന്ത്യൻ നദികളിൽ കൊടുക്കാൻ സാധിക്കുന്നതാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ 2-3 രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻസ് ആണ് നമ്മൾ ജനറലി ഇന്ത്യയിലെ ഡ്രെയിനേജ് പാറ്റേണുമായിട്ട് ബന്ധപ്പെട്ട്, ഡ്രെയിനേജ് പാറ്റേൺ അല്ല, ഇന്ത്യൻ ഡ്രെയിനേജ് സിസ്റ്റത്തിൻ്റെ ക്ലാസിഫിക്കേഷൻ ഉൾപ്പെടുത്തുക. ഒന്ന് വായിക്കാം. The Indian river system is classified into 2 based on the water flow direction. അതായത് the Arabian Sea river system and the Bay of Bengal river system. 2, they are separated from each other through the Delhi Ridge, the Aravallis and the Sahyadris. സഹ്യാദ്രി, അതായത് നമ്മുടെ പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം സെപ്പറേറ്റ് ചെയ്യുന്നില്ല. പശ്ചിമഘട്ടം, ആരവല്ലി മലനിരകൾ, അതുപോലെ ഡൽഹി റിഡ്ജ്. ഈ 3 ഉയർന്നു നിൽക്കുന്ന പ്രദേശങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ഈ ഡിവിഷൻ. എങ്ങോട്ട് അറബിക്കടലിൻ്റെ ഭാഗമായിട്ട് ആര് വരും, ബേ ഓഫ് ബംഗാളിൻ്റെ ഭാഗമായിട്ട് ആര് വരും തീരുമാനിക്കുന്നത്. ഇതിനകത്ത് ഈസ്റ്റേൺ ഘട്ട്സിന് പ്രാധാന്യമില്ല. ശ്രദ്ധിച്ചോണേ, ഈസ്റ്റേൺ ഘട്ട്സിന് ഇതിനകത്ത് പ്രാധാന്യമില്ല. ഞാൻ നേരത്തെ അറിയാണ്ട് പറഞ്ഞു പോയി. കാരണം അതിനൊരു കോമൺ ട്രെൻഡാണ്. വെസ്റ്റേൺ ഘട്ട്സ് പറയുമ്പോൾ നമ്മൾ ഈസ്റ്റേൺ ഘട്ട്സ് പറയും എന്നൊരു ട്രെൻഡുണ്ട്. 2 ഉയർന്നു നിൽക്കുന്ന സ്ഥലമാണല്ലോ എന്ന രീതിയിൽ നമ്മൾ പറയും. തെറ്റൻ. ഈസ്റ്റേൺ ഘട്ട്സിന് അറബിക്കടലിൽ പോകുന്ന നദിയാണോ പശ്ചിമബംഗാളിലല്ലോ ബംഗാൾ ഉൾക്കടലിലേക്ക് പോകുന്ന നദിയാണോ എന്ന് തീരുമാനിക്കാനുള്ള മാനദണ്ഡമില്ല, അല്ലെങ്കിൽ തീരുമാനിക്കാനുള്ള കഴിവില്ല. കാരണം ഉയർന്നു നിൽക്കുന്നവൻ പശ്ചിമഘട്ടത്തിൽ നിന്ന് പോകുന്നവൻ എന്തായാലും പൂർവ്വഘട്ടം താണ്ടി ബംഗാൾ ഉൾക്കടലിലോട്ട് പോയേ പറ്റൂ. കിഴക്കോട്ട് പോകുന്നവൻ, മനസ്സിലാവുന്നുണ്ടോ? അവന് ഈ പൂർവ്വഘട്ടത്തിന് അവൻ തടഞ്ഞു നിർത്താൻ പറ്റില്ല. മാത്രമല്ല പൂർവ്വഘട്ടം ഒരുപാട് സുഷിരങ്ങളോട് കൂടിയ പ്രദേശമാണ്, നമ്മൾ പഠിച്ചു ഓൾറെഡി, ശരിയല്ലേ? അപ്പം അതുകൊണ്ട് പൂർവ്വഘട്ടത്തിന് പ്രാധാന്യം ഒന്നുമില്ല. നദി എങ്ങോട്ട് ഒഴുകി പോകുന്നു എന്നതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഈ ഒരു പാറ്റേണിൽ, ഇന്ത്യൻ ഡ്രെയിനേജ് പാറ്റേണിൽ ബേ ഓഫ് ബംഗാൾ, അറബിക്കടൽ, അറേബ്യൻ സീ, ഈ 2 കടലുകളിൽ ഏത് കടലിലേക്കാണ് നദി ഒഴുകിയെത്തുന്നത് എന്നത് നിർണ്ണയിക്കുന്നതിന് പൂർവ്വഘട്ടത്തിന് പങ്കില്ല എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. നദിയുടെ ഒഴുക്കിന് പൂർവ്വഘട്ടത്തിന് ഒരു പങ്കുമില്ല എന്നല്ല ഞാൻ പറയുന്നത്. ക്ലിയർ ആണോ? സോ ഈ ഒരു ക്ലാസിഫിക്കേഷനിൽ പൂർവ്വഘട്ടം വരില്ല. പിന്നെ ഏത് വരും? പശ്ചിമഘട്ടം വരും ഉറപ്പാണ്. കാരണം കേരളത്തിൽ നിന്ന് ഒഴുകുന്ന നദികൾ പടിഞ്ഞാറോട്ട് ഒഴുകി അറബിക്കടലിൽ പോകുന്നത് പശ്ചിമഘട്ടമുള്ളതാണ്. അതുപോലെ പല നദികളും പശ്ചിമഘട്ടത്തിൻ്റെ കിഴക്കൻ ഭാഗത്ത് ഒറിജിനേറ്റ് ചെയ്ത് നമ്മുടെ പീഠഭൂമിയിലൂടെ ഒഴുകി ബേ ഓഫ് ബംഗാളിൽ പോകുന്നതും ആ പശ്ചിമഘട്ടത്തിൻ്റെ തന്നെ സ്ലോപ്പ് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ പശ്ചിമഘട്ടം ഈസ് ദയർ. പിന്നെ ആരവല്ലി മലനിരകളുണ്ട്. അതുപോലെ ഡൽഹി റിഡ്ജ്. ഇപ്പോൾ സിന്ധുവിൻ്റെ ട്രിബ്യൂട്ടറികൾ പടിഞ്ഞാറോട്ട് ഒഴുകുന്നത് അറബിക്കടലിൻ്റെ ശാഖയുടെ ഭാഗമാവുന്നതും, ഗംഗയുടെ ട്രിബ്യൂട്ടറികൾ കിഴക്കോട്ട് ഒഴുകി ബംഗാൾ ഉൾക്കടലിൻ്റെ ഭാഗമാകുന്നതിന് കാരണം ഡൽഹി റിഡ്ജാണ്. അപ്പോൾ അത് മാനദണ്ഡം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ മനസ്സിൽ, ആ ഇന്ത്യയുടെ മാപ്പും ആ ഓരോ ഉയർന്ന പ്രദേശങ്ങളും നമ്മുടെ മനസ്സിൽ പറഞ്ഞു ഇത് പറയുമ്പോൾ. ക്ലിയർ? In the total area of Indian river basins,
23% falls under the Arabian Sea branch, while 77 falls under the Bay of Bengal branch. അപ്പോൾ ഇതിൽ ഇന്ത്യയിൽ നിന്ന് ഒഴുകി പോകുന്ന നദികളിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ബംഗാൾ ഉൾക്കടലിലാണ്, 77%. പിന്നെ എങ്ങനെ ബംഗാൾ ഉൾക്കടൽ വരുന്ന ആ ഭാഗം എമർജിങ് കോസ്റ്റ് ആവാതിരിക്കും? നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അറബിക്കടലിലേക്ക് എത്ര എത്തുന്നുള്ളൂ? 23%. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഒഴുകുന്ന നദികളിൽ കടലിലേക്ക് എത്തിച്ചേരുന്ന ഒരു രീതി അല്ലെങ്കിൽ ഒരു അളവ് പരിശോധിച്ചാൽ 77% വരുന്ന നദികളും ബംഗാൾ ഉൾക്കടലിലേക്കും 23% നദിയുടെ വെള്ളമാണ് ഉദ്ദേശിക്കുന്നത് അറബിക്കടലിലുമാണ് വരിക. പിടിയിട്ടുന്നുണ്ടോ ബാക്കി? അപ്പോൾ ആ അത്രയും വലിയൊരു ഡിഫറൻസ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുള്ളത് മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, റൈറ്റ്. നമ്മുടെ ഇന്ത്യയിലെ ഒരു റിവർ സിസ്റ്റംസ് നോക്കുമ്പോൾ കണ്ടോ, ഇവിടെ നിന്ന് ഒട്ടനവധി നദികൾ, ഇപ്പോൾ സിന്ധുവുമായി ബന്ധപ്പെട്ട നദികളെല്ലാം ഇങ്ങോട്ടേക്ക് ഒഴുകി പോകുന്നുണ്ട്. അതിന് കാരണം ഇവിടുത്തെ ഡൽഹി റിഡ്ജാണ്. അതുപോലെ ഗംഗയുടെ ട്രിബ്യൂട്ടറികളെല്ലാം ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒഴുകി വരുന്നുണ്ട്, ഡൽഹി റിഡ്ജാണ്. ലൂണി നദി ഇങ്ങോട്ടേക്ക് ഒഴുകി വരുന്നുണ്ട്, അത് ആരവല്ലിയുടെ കാര്യമാണ്. പശ്ചിമഘട്ടം ഇങ്ങനെ നിൽക്കുന്നുണ്ട്, പശ്ചിമഘട്ടം കൃഷ്ണ, ഗോദാവരി, പിന്നെ നമ്മുടെ തുംഗഭദ്ര, കാവേരി നദികളെല്ലാം പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായിട്ട് ഒറിജിനേറ്റ് ചെയ്ത് കിഴക്കോട്ട് ഒഴുകുന്നവന്മാരാണ്. നർമ്മദ, താപ്തി 2 നദികൾ പടിഞ്ഞാറോട്ട് ഒഴുകുന്നവന്മാരുണ്ട്. അപ്പോൾ ഈ നർമ്മദ, താപ്തി, പിന്നെ ഈ സിന്ധു നദി പാകിസ്ഥാനിലൂടെ വന്ന് അറബിക്കടലിൽ ഇറങ്ങുന്നുണ്ട്. പിന്നെ ചെറിയ ചെറിയ നദികളാണ് ഈ കർണാടകയുടെയും ഗോവയുടെയും പിന്നെ നമ്മൾ കേരളത്തിൻ്റെയൊക്കെയുള്ള ചെറിയ ചെറിയ മീഡിയം നദികളും മൈനർ നദികളും എന്ന് പറയുന്നത് ചെറിയ ചെറിയ നദികളൊക്കെ മാത്രമാണ് പിന്നെ എന്ത് ചെയ്യുന്നത് അറബിക്കടലിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ബാക്കി മേജർ ഐറ്റംസ് ഒന്നുമില്ല. മഹാനദി കണ്ടോ, മേജറായിട്ട് പടിഞ്ഞാറോട്ട് വന്നിറങ്ങുക. ഗംഗ ചെന്നിറങ്ങുന്നത് പശ്ചിമ ബംഗാളിലല്ല, ബംഗാൾ ഉൾക്കടലിലോട്ടാണ്. അതാണ് ഈ മേജർ നദി 77% ഇവിടെ വരാനുള്ള പ്രധാന കാരണം. ക്ലിയർ? യെസ്. സോ ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ് ആണ് നമ്മൾ ഈ ഒരു ടേബിൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ബേ ഓഫ് ബംഗാൾ ഡ്രെയിനേജും അറേബ്യൻ സീ ഡ്രെയിനേജും തമ്മിൽ. ബേ ഓഫ് ബംഗാൾ ഡ്രെയിനേജ് റിവർ ദാറ്റ് ഡ്രെയിൻസ് ഇൻ ടു ബേ ഓഫ് ബംഗാൾ. അറേബ്യൻ ആകുമ്പോൾ അവിടെ അറേബ്യൻ സീ വരും. ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് ആണ് ബേ ഓഫ് ബംഗാളിലോട്ട് വന്ന് ഡ്രെയിൻ ചെയ്യുന്നത്, ശരിയല്ലേ? കിഴക്കോട്ട് ഒഴുകുന്ന നദികളാണ് ബംഗാൾ ഉൾക്കടലിൽ വന്ന് ഡ്രെയിൻ ചെയ്യുക, അല്ലേ? ഇതല്ലേ കിഴക്ക് ഭാഗം? ഇത് ഇന്ത്യയുടെ കിഴക്ക് ഭാഗം എന്ന് പറഞ്ഞാൽ ഈസ്റ്റ്, ഇത് വെസ്റ്റ്, ശരിയല്ലേ? അപ്പോൾ കിഴക്ക് ഭാഗത്തോട്ട് ഒഴുകുന്ന നദികളായിരിക്കും സ്വാഭാവികമായിട്ടും ബംഗാൾ ഉൾക്കടലിൽ വരിക. പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഒഴുകുന്ന ആശാമാർ എവിടെ വരും? അറബിക്കടലിലും വന്നിറങ്ങുക എന്നുള്ളതാണ്. 77% ബംഗാൾ ഉൾക്കടൽ, നമ്മൾ ഓൾറെഡി പറഞ്ഞു. 23% അറബിക്കടൽ. ഗംഗ, ബ്രഹ്മപുത്ര, മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, പെന്നേരു, അത് പെണ്ണാറ്, വൈഗ, ഇഷ്ടംപോലെ അതുപോലുള്ള നദികളെല്ലാം ഇങ്ങോട്ട് തന്നെ ബംഗാൾ ഉൾക്കടലിൽ തന്നെയാണ്. ഇൻഡസ്, സിന്ധു നദി, നർമ്മദ, താപ്തി, സാബർമതി, മാഹി, പിന്നെ കേരളത്തിലെ പെരിയാർ ഒക്കെ പോലുള്ള ചെറിയ ചെറിയ നദികളാണ് എവിടേക്ക് എത്തുന്നത്? അറബിക്കടലിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്ന ഘടകം. റൈറ്റ്. അപ്പോൾ ഒരുപാട് പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല ഇന്നത്തെ സെഷനിൽ, കാരണം ഓൾറെഡി കുറേ കാര്യങ്ങൾ നിങ്ങളിവിടെ പഠിച്ചു. ഡ്രെയിനേജിൻ്റെ കുറേ പാറ്റേണുകളെ നമ്മൾ മനസ്സിലാക്കി പോയി. കാച്ച്മെൻറ്റ് ഏരിയ, വാട്ടർ ഷെഡ് അല്ലെങ്കിൽ കാച്ച്മെൻറ്റ് ഏരിയ, ഡ്രെയിനേജ് ബേസിൻ എന്നിവ, അതാണ് മെയിൻലി നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാച്ച്മെൻറ്റ് ഏരിയയും ഡ്രെയിനേജ് ബേസിൻ എന്താണ്? കാച്ച്മെൻറ്റ് ഏരിയ എവിടെയാണ്? ഒരു നദി ഫോം ചെയ്യുന്നതിന് വേണ്ടി നദിക്ക് വെള്ളം ആവശ്യമുണ്ട്. എവിടെയൊക്കെ ആ നദിക്ക് പുറകിൽ എവിടെയൊക്കെ വീഴുന്ന വെള്ളത്തിൽ നിന്നാണ് ഈ നദി ഫോം ചെയ്യുന്നത്, അത്രയും ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെ കാച്ച്മെൻറ്റ് ഏരിയ എന്ന് പറയും. ഇനി ഈ നദി എവിടേക്കൊക്കെയാണ് വെള്ളം കൊടുക്കുന്നത് അത്രയും ഏരിയനെ നമ്മൾ ഡ്രെയിനേജ് ബേസിൻ എന്നും വിളിക്കുമെന്ന് പറഞ്ഞു. പിന്നെ വാട്ടർ ഡിവൈഡ് എന്താണെന്നും, ശേഷം നദികളുടെ ക്ലാസിഫിക്കേഷൻ, മേജർ, മൈനർ, മീഡിയം എന്ന രീതിയിൽ നദികളെ ക്ലാസിഫൈ ചെയ്യുന്നതും, ഇന്ത്യൻ നദി സിസ്റ്റവുമായി ബന്ധപ്പെട്ട് വരുന്ന ബേസിക് ക്ലാസിഫിക്കേഷൻ ഇന്ത്യൻ രീതിയാണ്. അറബിക്കടൽ നദികൾ, ബംഗാൾ ഉൾക്കടൽ നദികൾ, അതുപോലെ ഹിമാലയൻ നദി, ഉപദ്വീപീയ നദി എന്നൊക്കെയുള്ള രീതിയിലുള്ള ക്ലാസിഫിക്കേഷനാണ് ഇന്ത്യൻ നദി വ്യവസ്ഥയിൽ, നദീ സംവിധാനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നിവ ഉൾപ്പെടെ വരുന്ന ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ നിങ്ങളോട് പരിചയപ്പെടുത്തിയത്. അപ്പോൾ ഇന്നത്തെ ഡിസ്കഷനിൽ നമ്മൾ കണ്ട കാര്യങ്ങളിൽ നിങ്ങൾ ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചേക്കണം. ആദ്യം നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് തന്നിരിക്കുന്നത്. ആ ഡ്രെയിനേജ് പാറ്റേൺസ് മറ്റു കാര്യങ്ങളിൽ നിന്നൊന്നും അധികം ചോദ്യങ്ങൾ ചോദിച്ചിട്ടില്ല, വളരെ മിനിമലായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളൂ. പ്രത്യേകിച്ച് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന അടുത്ത ക്ലാസ്സുകളിലൂടെ പഠിക്കാൻ പോകുന്നത് ഓരോരോ നദികളാണ്, നദീ സിസ്റ്റങ്ങളെ പഠിക്കും, ഹിമാലയൻ നദികളെയും ഉപദ്വീപ നദികളെയും പഠിക്കും. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഇതിനകത്തുനിന്ന് ചോദിക്കാനുള്ള സാധ്യത കൂടുതലുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് മോർ ഓർ ലെസ് ഒരു ഡ്രെയിനേജിലേക്കുള്ള ഒരു തുടക്കം എന്നോണം മാത്രം കൺസിഡർ ചെയ്താൽ മതിയാവും. ഒരുപാട് ഇമ്പോർട്ടൻസ് ഇതിൽ കൊടുക്കേണ്ടതില്ല. എന്നിരുന്നാലും പറഞ്ഞ വസ്തുതകളൊന്ന് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാവണം കേട്ടോ. ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്ത് ഇത് കാണാണ്ട് പഠിക്കാൻ നിൽക്കരുത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ക്ലിയർ അല്ലേ? അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ കണ്ടിന്യൂവേഷനുമായിട്ട് കാണാം. ഇവിടെ പഠിച്ചതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷനും ഒക്കെ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്